അഡാപ്റ്റ് ലേണിംഗ് ആപ്പ് സ്ഥാപകനും സിഇഒയും ടെക്നോളജിസ്റ്റുമായുള്ള ഉമർ അബ്ദുസലാം സർ. സർ പ്ലീസ്. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുത്ത് നമ്മുടെ ചീഫ് ഗസ്റ്റിന് നല്ലൊരു കയ്യടി കൊടുത്ത് നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ഉമർ അബ്ദുസലാം സർ ഫോർ കീനോട്ട് അഡ്രസ്. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ഉച്ചമയക്കത്തിലാണോ? ഒരു ഭയങ്കരമായിട്ടും ഇത്രയും കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കുറച്ചും കൂടെയൊക്കെ ശബ്ദം പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഒരു ക്ലോസ്ഡ് സ്പേസിനകത്ത്. പക്ഷെ ഭയങ്കര എന്താ പറയുക, നിശബ്ദത ഫീൽ ചെയ്യുന്ന പോലെ ഉണ്ട്. അങ്ങനെ ഉണ്ടോ? ആ ഓക്കെ ഓക്കെ, അപ്പോൾ ആൾക്കാരുണ്ടല്ലേ. എല്ലാവരും എന്നെ അറിയോ? ഇല്ല, പറഞ്ഞുതരാം കേട്ടോ. എന്നെ അറിയുന്നവരുണ്ടോ? ആ, ഒരുപാട് പേർക്കെല്ലാം അറിയാം. ഓക്കെ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, കുറച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ഞാനൊരു മലപ്പുറംകാരനാണ്. മലപ്പുറം ദുബായി ആക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കുന്ന ഒരാളാണ്. ദുബായി എന്ന് കേട്ടിട്ടില്ലേ? അതെ, നിങ്ങളുടെ നാട്ടിൽ അതും കേട്ടിട്ടില്ല എന്നുണ്ടോ? ഇല്ല, അറിയാം അല്ലേ? ആ ഓക്കെ. അപ്പോൾ മലപ്പുറം ജില്ല ദുബായ് പോലെ ആക്കിയാൽ എന്താ പ്രശ്നമെന്ന് ചിന്തിക്കുകയും അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത നെഹനൂദ് ഉണ്ട്, നമ്മുടെ അനാർ ഇവൻസിൻ്റെ MD ഒക്കെ ആയിട്ടുള്ള പുള്ളിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് അറിയുന്നുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു 2 വർഷം മുൻപേ ദുബായിൽ വെച്ച് പരിചയപ്പെടുന്ന സമയത്ത് ഇത്തരം പ്രോഗ്രാമുകളൊന്നുമില്ല. അന്ന് ഞങ്ങൾ പരിചയപ്പെടുമ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് നെഹനു ഇഡാപ്റ്റ് എന്നുള്ള കമ്പനീൻ്റെ CEO ആണ്. നെഹനു നമ്മുടെ ഓഫീസിൽ വന്നിട്ടുണ്ട്. ഇതിനപ്പുറത്ത് കൂടുതൽ പരിചയമില്ല. അപ്പോൾ ഞാൻ നെഹനുവിനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജില്ലാ പഞ്ചായത്തുമായി ചേർന്നിട്ട് നമ്മളൊരു പ്രോഗ്രാം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. പ്രോഗ്രാമിൻ്റെ പേര് 100K മലപ്പുറം കോഡേഴ്സ് എന്നാണ്. അഥവാ 100,000 കുട്ടികളെ മലപ്പുറം ജില്ലയിൽ നിന്നും പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ പഠിപ്പിക്കണം എന്നുള്ള ഒരു ലക്ഷ്യമായിട്ട് നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ജില്ലാ പഞ്ചായത്തുമായി ചേർന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നെഹനുവിന് ഭയങ്കര ഉന്നത ബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നെഹനുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഈ പ്രോഗ്രാമിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അതായത് അന്ന് ഈ കാണുന്ന സോഷ്യൽ മീഡിയ ഫോളോവർഷിപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈ പ്രോഗ്രാം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു കുറച്ച് പിറകിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രോഗ്രാമിൻ്റെ ഒരു ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് കുടുംബത്തിൽ ഒരാളെങ്കിലും ഗൾഫിലുള്ളവരൊന്ന് കൈപൊക്കുമോ? ഒരുവിധം വലിയ ഒരു ശതമാനം ആൾക്കാർക്കും കുടുംബത്തിൽ ഒരാളെങ്കിലും ഗൾഫിലുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, എത്ര കാലം കൂടെ ഗൾഫിലുള്ള ജോലിയൊക്കെ ഇനി ഉണ്ടാവും? എത്ര കാലം കൂടെ ഉണ്ടാവും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരള എക്കോണമിയെക്കുറിച്ച് പറയാറുള്ളത്, കേരളത്തിൽ വലിയ വ്യവസായങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും കേരളം ഇന്നും ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സും ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള നാടൊക്കെ ആയിട്ട് മാറിയത് കേരളത്തിൻ്റെ മെച്ചം കൊണ്ടല്ല. കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് പോയിട്ടുള്ള പ്രവാസികൾ ഉണ്ടാക്കിയതാണ് ഇന്നത്തെ കേരളം എന്ന് പറയാറുണ്ട്. അതായത് പ്രത്യേകിച്ച് ഒരു റിസോഴ്സും ഇല്ലാത്തൊരു നാടാണ് നമ്മുടേത്. പക്ഷേ ഒരുപാട് പ്രവാസികൾ ഇവിടുന്ന് ഗൾഫിൽ പോയി അവർ ചോര നീരാക്കിയിട്ട് ആ പൈസ നാട്ടിലേക്ക് അയച്ചു. ആ പൈസയുടെ ബലത്തിൽ പിന്നീട് വന്ന ജനറേഷനൊക്കെ കഴിച്ചിലായി. അതായത് ഇപ്പോൾ ഗൾഫിൽ പോകാത്ത ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോഴും അവരും കഴിച്ചിലായിട്ടുണ്ടാവുക. മുന്നേ ഗൾഫിൽ പോയവരുണ്ടല്ലോ, അവർ നാട്ടിലേക്ക് അയച്ച പൈസ അത് ആ വീട്ടുകാർ ചിലവഴിക്കുന്നത് ഇവിടെയുള്ള പലചരക്ക് കടയിലും ഇവിടെയുള്ള ഫാൻസിയിലും ഇവിടെയുള്ള മറ്റ് സംഭവങ്ങളിലൊക്കെ ആയിരിക്കും പൈസ ചിലവാക്കുക. അതിൽ സർവൈവ് ചെയ്തവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ. ശരിക്കും മലപ്പുറത്തുകാർക്ക് അത് നന്നായിട്ട് മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ അയൽപ്പക്കത്ത് എന്തായാലും ഒരു പ്രവാസി ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കാലം അവസാനിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയും ബാക്കിയുള്ള ടെക്നോളജികളെയൊക്കെ അറിയേണ്ടതിൻ്റെ ആവശ്യകത. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് GCCയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത, നമുക്ക് GCC സ്പെസിഫിക് ആയിട്ട് പറയാം, അതായത് ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങൾ എന്ന് വെച്ചാൽ UAE ഉണ്ടാവും, സൗദി ഉണ്ടാവും, ഖത്തർ ഉണ്ടാവും, ഒമാൻ ഉണ്ടാവും, ബഹ്റൈൻ ഉണ്ടാവും, കുവൈറ്റ് ഒക്കെ ഉണ്ടാവും. ഈ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിരുന്ന ജോലികൾ എന്താണെന്ന് നോക്കുക. മിക്ക ആളുകളും ബ്ലൂ കോളർ ജോബ്സ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ബ്ലൂ കോളർ ജോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ ഹെൽപ്പർ ജോലി, ഡ്രൈവർ ജോലി, കൺസ്ട്രക്ഷൻ മേഖലയിലെ ജോലി, അതുപോലെ ബക്കാലകളിലുള്ള ജോലി, സൂപ്പർ മാർക്കറ്റിലും മറ്റൊക്കെ ഉള്ള ജോലി. അങ്ങനെ അതായത് കാര്യമായിട്ടുള്ള സ്കിൽ റിക്വയർമെൻറ്റുകൾ ഇല്ലെങ്കിലും കിട്ടിയിരുന്ന ജോലികളുണ്ട്. ആ ജോലികൾ ചെയ്തിരുന്ന ഒരു ജനറേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ കണ്ട പ്രോസ്പിരിറ്റി ഒക്കെ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന സമ്പത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്.
ഇത് ഗൾഫ് രാജ്യങ്ങൾക്ക് എന്തുകൊണ്ട് മൈഗ്രേഷൻ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ഭാഗം നമുക്ക് മനസ്സിലാവും. ഗൾഫിൽ ഓയിൽ കണ്ടുപിടിച്ചതിന് ശേഷം ഒരുപാട് ഓയിലൊക്കെ ഗൾഫിലുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഓയിൽ മണി വന്നു. ഗൾഫ് ഭയങ്കര സമ്പന്നമായി ഈ ഓയിൽ കാരണം. അപ്പോൾ ആ പൈസയുടെ ഒരു വിഹിതം പറ്റാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് കപ്പലിലൂടെയും പിന്നീട് വിമാനം കയറിയും മറ്റുമൊക്കെ പോയി. അതിൽ കുറച്ച് വലിയ ആൾക്കാരെ നമുക്കറിയാം, യൂസഫ് അലി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഒരുപാട് സാധാരണക്കാരുണ്ട്. ഒരുപാർ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും സാധാരണക്കാരുണ്ട്. യൂസഫ് അലിയും രവി പിള്ളയും ഒന്നുമല്ല കേരളം ഉണ്ടാക്കിയത്. ഇങ്ങനെ നമ്മുടെയൊക്കെ അയൽവാസികളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിൽ നിന്നും പോയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളുണ്ടല്ലോ, അവർ കെട്ടിപ്പടുത്ത് തന്നെയാണ് ഇന്നത്തെ കേരളം. പക്ഷേ നാളത്തെ കേരളം അതായിരിക്കില്ല. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും നിങ്ങൾ സ്കൂളിൽ പഠിച്ച ടൈമിൽ സ്കൂളിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവില്ലേ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കവിതയൊക്കെ കേട്ടിട്ടില്ലേ? അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ലോകത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ലോകത്ത് എല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് ടീച്ചർ പറഞ്ഞിരുന്നത് ഇനിയൊരു 100 കൊല്ലത്തിനും കൂടെ ഉള്ള പെട്രോളേ ലോകത്തുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ കണക്കൂട്ടി, ഇപ്പം എനിക്ക് 15 വയസ്സ്, ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഒരു 60 വയസ്സും കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാലം കഴിയാനുള്ള പെട്രോൾ ഉണ്ട്, അപ്പോൾ അതിന് എനിക്ക് ശേഷമുള്ളവർ നോക്കിയാൽ മതി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം പെട്രോൾ കഴിഞ്ഞാലും ലോകം നിന്നു പോവില്ല. കാരണം എന്താ? ലോകം ഇലക്ട്രിക് കാറുകളിലേക്ക് മാറി തുടങ്ങിയില്ലേ? ഇലക്ട്രിക് റെവല്യൂഷൻ്റെ കാലമാണ്. നമ്മുടെയൊക്കെ നാട്ടുപുറത്ത് നമുക്ക് 2 വീലറുകളും 4 വീലറുകളൊക്കെ ഇലക്ട്രിക് കാറുകളായിട്ട്, നമുക്ക് ഇലക്ട്രിക് വണ്ടികളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് പ്രശ്നം എന്താണെന്നറിയോ? ലോകം പെട്രോളിൻ്റെ ഡിപ്പെൻഡൻസിയിൽ നിന്ന് മാറിയാൽ പിന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് എന്ത് പ്രാധാന്യമുള്ളത്? ലോകത്ത് ആൾക്കാർ ഓയിൽ വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രശ്നം തുടങ്ങുകയാണ്. GCCയിൽ കഴിഞ്ഞിട്ടില്ല. കുറച്ച് കാലമായിട്ട് നമുക്കറിയുന്നൊരു കാര്യമുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ സ്വദേശീയവൽക്കരണം നടന്നുകൊണ്ടിരിക്കുക അല്ലേ? വലിയ തോതിൽ സ്വദേശീയവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊന്നുമല്ല ഇമ്പാക്റ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ലോകത്ത് ഏറ്റവും ആദ്യം ഫ്ലൈയിങ് കാറുകൾ എവിടെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദുബായിലായിരിക്കും. സ്വയം ഡ്രൈവ് ചെയ്യുന്ന കാറുകൾ എവിടെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദുബായിലായിരിക്കും. നമ്മൾ പേപ്പറിൽ പ്രിൻ്റ് ചെയ്യുന്ന പോലെ ബിൽഡിങ് 3D പ്രിൻ്റ് ചെയ്യുന്ന ടെക്നോളജി ആദ്യം എവിടെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദുബായിലായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാർത്തകളൊന്ന് ശ്രദ്ധിക്കുന്നവർക്ക് കാണാം, ദുബൈയിൽ ബിൽഡിങ് 3D പ്രിൻ്റ് ചെയ്യുന്ന ടെക്നോളജി ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലും വന്നു. ഒരു 2 ആഴ്ച മുന്നേ ബാംഗ്ലൂരിൽ ഒരു പോസ്റ്റ് ഓഫീസ് ആദ്യമായിട്ട് 3D പ്രിൻ്റ് ചെയ്ത ഒരു വാർത്ത ഞാൻ തന്നെ ഒരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ കാണാം. ഞാൻ ഒരു വളരെ റീസെൻ്റ് ആയിട്ട് പങ്കുവെച്ച ഒരു വീഡിയോ ഉണ്ട്. ദുബായിൽ അത് 10 കൊല്ലം മുന്നേ വന്നിട്ടുണ്ട്. ദുബായിൽ പോയിട്ടുള്ളവർക്ക് ഷെയ്ഖ് സായിദ് റോട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു 3D പ്രിൻ്റഡ് ആയിട്ടുള്ള ബിൽഡിങ് കാണാം. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ ആൾക്കാർ ഇവിടെ നിന്ന് അവിടെ പോയി ജോലി ചെയ്തിരുന്ന പല ജോലികളും, ഡ്രൈവർ ജോലി ഭാവിയിൽ ഉണ്ടാകില്ല. കാരണം എന്താ? ഡ്രൈവിങ് കാറുകൾ സ്വയം ചെയ്യുന്ന കാലം ഒന്നാമത്തേത്. കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലികൾ ഉണ്ടാവില്ല. കാരണം എന്താ? ബിൽഡിങ് പണ്ടത്തെ പോലെ ഓരോ ഇഷ്ടിക അടുക്കി വെച്ചിട്ടുണ്ടാക്കുന്ന പരിപാടി മാറുകയാണ്. ബിൽഡിങ് പ്രിൻറ്റിങ്ങിലേക്ക് മാറി. അതായത് ആവശ്യമുള്ള ഡിസൈൻ ഫൈനലൈസ് ചെയ്യുന്നു, പ്രിൻ്റ് കൊടുക്കുന്നു, പേപ്പറിൽ പ്രിൻ്റ് ചെയ്യുന്ന പോലെ ബിൽഡിങ് പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്ന കാലം. അപ്പോൾ കൺസ്ട്രക്ഷൻ മേഖല മാറുകയാണ്. സൂപ്പർ മാർക്കറ്റുകളിൽ നമ്മൾ ആൾക്കാർ കുറേ പേര് ജോലി ചെയ്തിരുന്നില്ലേ? ലുലു തന്നെ 40,000-50,000 ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റിലെ ജോലിയല്ലേ? ആ പരിപാടി ഇനി സൂപ്പർ മാർക്കറ്റിൽ ആൾ വേണ്ടത്രേ. നിങ്ങൾ വെറുതെ സെർച്ച് ചെയ്താൽ മതി. ആമസോൺ ഗോ സ്റ്റോറുകൾ എന്ന് പറഞ്ഞിട്ട് സ്റ്റോറുകളുണ്ട്. ആൾറെഡി ലോകത്തുണ്ട് കേട്ടോ. 4 വർഷമായി വന്നിട്ട്. ടെക്നോളജി പല ഫേസിലാണ്. ആമസോൺ ഗോ സ്റ്റോറുകൾ ആമസോണിൻ്റെ തന്നെയാണ്. കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കടയിൽ നേരെ കയറി ചെല്ലുക, ആവശ്യമുള്ളത് എടുക്കുക, ഇറങ്ങിപ്പോരുക. ഓട്ടോമാറ്റിക്കലി നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പൈസ കുറയും. അതായത് ഷോപ്പിൽ എടുത്തു തരാൻ ആൾ വേണ്ട. സാധനങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ റോബോട്ടുകൾ വന്നിട്ട് വീണ്ടും അടുക്കും. വെറുതെ യൂട്യൂബിൽ പലതും തപ്പുന്നില്ലേ, സിനിമാ പാട്ടൊക്കെ തപ്പുന്നില്ലേ? അതിൻ്റെ കൂട്ടത്തിൽ ആമസോണിൻ്റെ വെയർ ഹൗസ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. പണ്ട് ഒരുപാട് മനുഷ്യന്മാർ നിന്നിട്ട് സാധനങ്ങൾ എടുത്തു കൊണ്ടുപോയി വെച്ചിരുന്നതിന് പകരം ഇപ്പം കംപ്ലീറ്റ് റോബോട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് കാണാം. എന്താ അവിടെ ലൈറ്റ് ഇടാത്തതെന്ന് ചോദിച്ചു. മനുഷ്യന്മാർക്കല്ലേ ലൈറ്റ്, റോബോട്ടിന് ലൈറ്റ് വേണ്ടല്ലോ. അതായത് കണ്ണ് കാണേണ്ട മനുഷ്യന്മാർക്കല്ലേ. അപ്പോൾ ഞങ്ങൾ കറണ്ടിൻ്റെ ചിലവ് ലാഭിക്കുക, ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല. ആമസോൺ വെയർ ഹൗസിലെ കാര്യം പറയുന്നുണ്ട്. അതായത് നമുക്ക് പരിചിതമായിട്ടുണ്ടായിരുന്ന പല ജോലികളും ഇനി അതൊന്നും വേണ്ട. വീട്ടിലെ ക്ലീനിങ് ജോലിയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാകും, MIൻ്റെ റോബോട്ടുകളുണ്ട്.
ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ ഇത്, MIൻ്റെ റോബോട്ടുകളുണ്ട്. അതായത് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വീട് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിച്ചു വാരിയിട്ട് വരും, തുടക്കണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യും. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം 3D പ്രിൻ്റ് ചെയ്യാം. പഠിച്ചില്ലെങ്കിലും നിങ്ങൾ സർവൈവ് ചെയ്യുമെന്ന് വിചാരിക്കുന്നത് ഇനിയുള്ള കാലത്ത് വെറുതെയാണ്. അത് ഫിനിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പറയേണ്ട കാര്യമല്ല അത്, കാരണം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും ഉണ്ടാവുക, അല്ലേ? ആണോ? എല്ലാവരും ആണ്. ഓക്കെ. അപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യം പറയുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പ്രാഥമികമായിട്ട് പറയാണ്, മലപ്പുറം ദുബായ് ആക്കുക അല്ലെങ്കിൽ അത്തരം ആശയങ്ങളുടെയൊക്കെ റൂട്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകം ഒരു പോസ്റ്റ് ഓയിൽ വേൾഡിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. അതായത് ഓയിലില്ലാത്ത, ഹലോ ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. ഓക്കെ. ലോകം ഒരു പോസ്റ്റ് ഓയിൽ വേൾഡിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. അതായത് ഓയിൽ ഉണ്ടാവില്ല. ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇരിക്കുന്ന ഒരൊറ്റ ഒരുത്തനും പഠിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചിലാവാൻ ഗൾഫിൽ ജോലി ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടല്ലോ, പഠിക്കാത്തവരെ ഗൾഫിൽ കയറ്റി വിടുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അതുണ്ടാവില്ല. ലൈക്ക് അങ്ങനത്തെ കരിയറുകൾ ഇനിയുള്ള കാലത്ത് ഉണ്ടാവില്ല. പക്ഷേ ഒരുപാട് പുതിയ മേഖലകൾ തുറന്നു വരുന്നുണ്ട്, പുതിയ മേഖലകൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരം മേഖലകളെ മലപ്പുറത്തുകാർക്ക് പരിചയപ്പെടുത്തിയാൽ മാത്രമേ ഈ ഗൾഫിലെ ജോലികൾ ഇല്ലാണ്ടായാൽ പോലും നമ്മുടെ നാടിന് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ആശയത്തിൽ നിന്നാണ് മലപ്പുറം ദുബായ് ആക്കുക എന്നുള്ള ആശയം ആരംഭിക്കുന്നത്. അതിൻ്റെ പേരിൽ നമ്മൾ 1,00,000 വിദ്യാർത്ഥികൾക്ക്, മലപ്പുറം ജില്ലയിലെ 1,00,000 വിദ്യാർത്ഥികൾക്ക് പുതിയ സാങ്കേതിക വിദ്യകളെ, അത് ഭക്ഷ്യോൽപാദനം തൊട്ടിട്ട് ബഹിരാകാശം വരെയുള്ള മേഖലകളിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ ടെക്നോളജികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. ഭയങ്കര വിജയമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു പക്ഷേ നിങ്ങളുടെ മുൻപിൽ നിൽക്കാൻ എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് വരെ അതിൻ്റെ കാരണം കൊണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ആളെ അല്ല. എനിക്കൊരു 1.5 കൊല്ലം മുന്നേ ഇൻസ്റ്റാഗ്രാം എങ്ങനെ ഉപയോഗിക്കാമെന്ന് പോലും അറിയില്ല. എൻ്റെ കാര്യം പറയാം, ഞാനൊക്കെ പഴയ ഫേസ്ബുക്ക് ജനറേഷനാണ്. അതായത് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇൻസ്റ്റാഗ്രാം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് അറിയാത്ത ആൾക്കാരാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ്. അത് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാൻ അറിഞ്ഞിട്ടല്ല. എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ, ഈ 100K മലപ്പുറം കോഡേഴ്സ് എന്നുള്ള പ്രൊജക്റ്റിനെ കുറിച്ച് മലപ്പുറം ജില്ലയുടെ മുക്കിലും മൂലയിലൊക്കെ പോയിട്ട് സംസാരിച്ചു. അതാത് പ്രദേശത്തുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചു. ആ സംസാരിച്ചത് പരിപാടിയിൽ പങ്കെടുക്കാത്തവർക്ക് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പരിപാടിയിൽ പങ്കെടുക്കാത്ത ആൾക്കാർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഓഫീസിലെത്തിയപ്പോൾ ഓഫീസിലെ പയ്യന്മാർ പറഞ്ഞ്, നമുക്കിത് ചെറിയ ചെറിയ കട്ടാക്കിയിട്ട് വെറുതെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവരിടാൻ തുടങ്ങി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1ാമത്തെ മാസം തന്നെ 50,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. ഒരു 3 മാസമായപ്പോഴേക്കും ഒരു 100K ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാം എങ്ങനെ വർക്ക് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അത് ഫോളോവേഴ്സിൻ്റെ എണ്ണവും ഇതും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല എന്ന് പറയണം. അതായത് എങ്ങനെയാണ് ഇതിൻ്റെ അൽഗോരിതം വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വളരെ ജെനുവിനായിട്ട് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സാങ്കേതിക വിപ്ലവങ്ങളെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 100K മലപ്പുറം കോഡേഴ്സ് പ്രോജക്റ്റിലൂടെ നമ്മൾ ചെയ്തത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, ബ്ലോക്ക് ചെയിൻ, 3D പ്രിൻറ്റിങ്, വിർച്വൽ റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാങ്കേതിക വിദ്യകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാങ്കേതിക വിദ്യകൾ നമ്മൾ പഠിച്ചിരുന്ന പല കാര്യങ്ങളെയും ഒബ്സലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുക. ഒബ്സലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, +2 കുട്ടികളല്ലേ ഇവിടെ ഉള്ളതെല്ലാം? +1 +2 നിങ്ങൾ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ അല്ലേ? അത് കംപ്ലീറ്റ് ആയോ? എന്താ മിണ്ടാത്തെ? ആയിട്ടില്ല. കാരണം എന്താ? ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇതെന്താണെന്നറിയോ? ഞാൻ 2008 +2 പഠിക്കുന്നത്. ഇപ്പോൾ ഉള്ള ഒരു 15 കൊല്ലം മുന്നേ. ഓക്കെ. അപ്പോൾ അന്ന് എൻ്റെ ടീച്ചറും എന്നോട് തന്നെയാണ് പറഞ്ഞത്, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റ് വഴി ലോകത്ത് ജനങ്ങളുടെ ജനിതക ഘടന തിരിച്ചറിയാൻ പറ്റും. ജനിതക ഘടന തിരിച്ചറിയാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പാരമ്പര്യമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങളെ തിരിച്ചറിയാൻ പറ്റും. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് പറ്റാത്തതാണെന്ന് മനസ്സിലാവും. ഇങ്ങനെ ഭയങ്കര വലിയ സയൻറ്റിഫിക് ബ്രേക്ക് ത്രൂ ആയിരിക്കും ഇത് എന്നുള്ള രീതിയിൽ ടീച്ചർ എന്നോട് 2008 പറഞ്ഞു. ഓക്കെ. 2023 പഠിക്കുന്ന നിങ്ങൾക്കും ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ഇപ്പോൾ ഏത് സ്റ്റേജിലാണെന്നുള്ളത് അറിയില്ല. ഇനി നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയട്ടെ, 2003 കംപ്ലീറ്റ് ആയ പ്രോജക്റ്റാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. മനസ്സിലായോ?
20 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പോഴും അതെന്താ അവസ്ഥ? അത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. ഞാൻ പഠിച്ച കാലത്തെ ഞാൻ കേട്ടിരുന്നത് എങ്ങനെയാണ്, ഒരുപാട് കോടിക്കണക്കിന് ഉറുപ്പ്യ ചിലവുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു ഒരു മനുഷ്യൻ്റെ ജനിതക ഘടന തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ള പ്രോജക്റ്റ്. പക്ഷേ പിന്നീട് ഇത് സാധ്യമായാൽ ഭയങ്കര സംഭവം ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ഇന്ന് ഒരു മനുഷ്യൻ്റെ ജനിതക ഘടന തിരിച്ചറിയാൻ ആകെ 10,000 റുപ്യ മതി. റിലയൻസിന് വരെ അതിൽ കമ്പനിയുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്താ സംഭവിച്ചതെന്നറിയോ? നിങ്ങളൊക്കെ പഠിക്കുന്നത് ചരിത്ര പുസ്തകങ്ങളാണ്. എല്ലാവരും പഠിക്കുന്നത് ചരിത്ര പുസ്തകങ്ങളാണ്. ലോകത്ത് നടക്കുന്ന പുതിയ മുന്നേറ്റങ്ങളൊന്നും അതിനകത്തുണ്ടാവില്ല. പകരം നിങ്ങൾ പണ്ടെങ്ങാണ്ടോ പ്രിൻ്റ് ചെയ്ത പുസ്തകത്തിൽ എന്താണോ അത് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ നിങ്ങൾ ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നിങ്ങളൊന്നും പഠിച്ചിറങ്ങുന്ന സമയത്ത് ഒരു പണിയും കിട്ടൂല മക്കളെ. ആ പഠിപ്പ് കൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം അതിന്ന് ഒരുപാട് മുൻപോട്ട് പോയിട്ടുണ്ട്. ഈ ഫാക്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ മതി. കണക്കുകൾ പറയും നിങ്ങളോട്. 100 പേര് ഡിഗ്രി കഴിയുമ്പോൾ അതിൽ 3 പേർക്ക് പോലും പഠിച്ച മേഖലയിൽ ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസം നിങ്ങളോട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യാം. നിങ്ങൾ പഠിച്ച മേഖല ഇത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ പ്രശ്നമൊന്നും അല്ല കേട്ടോ. ഇതൊരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. നമ്മളൊക്കെ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ, സ്കൂളോ കോളേജോ നിങ്ങളെ ഇത് പഠിപ്പിച്ചില്ല എന്ന് തന്നെ വെക്കുക. നിങ്ങളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോണില്ലേ? മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് ഇല്ലേ? എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ എന്താ പഠിക്കുന്നത്? പുതിയ ട്രെൻഡിങ് മ്യൂസിക് പഠിച്ചു, ട്രെൻഡിങ് വാക്കിങ് പഠിച്ചു, പിന്നെ ഗോസിപ്പുകൾ പഠിച്ചു. ഇതാരാ പ്രശ്ന? ഇതെന്താണെന്നറിയോ? ഭയങ്കര നിശബ്ദത ഉണ്ട് അല്ലേ? ആലോചിക്കായിരിക്കും എല്ലാവരും. അതായത് ഒന്ന് കാര്യമായിട്ട് ആലോചിക്കുക. ലോകത്ത് ഇത്ര അധികം റിസോഴ്സുകൾ അവൈലബിൾ ആയ കാലത്തും നമ്മളെന്താ നന്നാവാത്തതെന്നുള്ളത് കണ്ണാടിയിൽ നോക്കാൻ മടിക്കുന്നവരുണ്ടല്ലോ. അതായത് വേറെ ആരുമല്ല പ്രശ്നക്കാർ. ഇനി നിങ്ങൾ എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, പുള്ളി കാര്യമായിട്ട് ജോലിയൊന്നുമില്ല. മൂപ്പര് എപ്പോഴും പ്രശ്നം എന്താ പറയുന്നതെന്നറിയോ? മൂപ്പര് കഴിച്ചിലാവാത്തത് മൂപ്പരെ ട്യൂഷന് പറഞ്ഞേക്കാഞ്ഞിട്ടാണ്. മൂപ്പരെ ട്യൂഷന് പറഞ്ഞേക്കാത്തതുകൊണ്ട് മൂപ്പര് കഴിച്ചിലാവണില്ല. നിങ്ങളെ അഭിപ്രായം എന്താ? ഇതെന്താണെന്നറിയോ? പണ്ട് ഇതെല്ലാം വർക്കാകുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതായത് അറിവ് നേടാൻ നമ്മൾ ചൈനയിൽ പോയിട്ടായാലും അറിവ് നേടണം എന്നൊക്കെ പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ 30 കൊല്ലം മുൻപത്തെ അമേരിക്കൻ പ്രസിഡൻറ്റിനേക്കാൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഇൻഫോർമേഷൻ ഉണ്ട്. നിങ്ങളുടെ വിരൽത്തുമ്പിൽ അത്രമാത്രം ഇൻ്റർനെറ്റ് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇൻ്റർനെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലോകത്തുള്ള സകല അറിവും നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട്. എന്നിട്ടും ആ അറിവ് നേടാൻ ശ്രമിക്കാതെ ഇൻ്റർനെറ്റിനെ നിങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് ഉപാധിയായിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഒരു സിസ്റ്റത്തിനെയും കുറ്റം പറയാൻ പറ്റില്ല. സ്കൂളല്ല കുഴപ്പം, കോളേജല്ല കുഴപ്പം, അധ്യാപകരല്ല കുഴപ്പം. പിന്നെ ആരാ? കണ്ണാടിയിൽ നോക്കുമ്പോൾ കിട്ടുന്നത് ആരോ അവരാണ് പ്രശ്നം. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ലോകത്ത് അതിസമ്പന്നന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. എന്നിട്ട് നമ്മൾ ഓലെ നോക്കിയിട്ട് 2-3 കാര്യങ്ങൾ പറയും. അതായത് ഒന്ന്, ഒരു ടിപ്പിക്കൽ മലയാളി മെൻറ്റാലിറ്റി ഉണ്ട്. അയാളുടെ ഇത് മുഴുവൻ കള്ളപ്പണമാണ്, അയാൾ സ്വർണം കടത്തിയാന്ന് പറയും. ഒരാൾ കഷ്ടപ്പെട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്നൊരു സാധനമാണ്, അയാൾക്ക് എന്തൊക്കെയോ തട്ടിപ്പും വെട്ടിപ്പും ഉണ്ട്, നമുക്കറിയാത്ത പലതും ഉണ്ട്. കാരണം എന്താ? നമ്മളും നയിക്കുന്നുണ്ട്, അയാളും നയിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ അയാൾ ഇത്ര മുതലാളി ആയതെന്നുള്ളത് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. രണ്ടാമത്തത് പറയുന്നൊരു കാര്യമാണ് എന്ത്? പടച്ചവൻ ഉള്ളവർക്ക് തന്നെ പിന്നെയും കൊടുക്കും, ഇല്ലാത്തവർക്ക് ഒന്നും തരൂല എന്ന് പറയും അല്ലേ? അതിൻ്റെ റീസൺ എന്താണെന്നറിയോ? റീസൺ സിമ്പിളാണ്. ഉള്ളവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാം, അതുകൊണ്ട് അവർക്ക് പിന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മളടുത്ത് ആദ്യം ഇല്ല, കിട്ടിയതും നമ്മൾ കടക്കാക്കും, അപ്പോൾ പിന്നെ ഉണ്ടാവില്ല. അതിന് ഒരുപാട് റീസണൊന്നുമില്ല. അപ്പോൾ പറഞ്ഞ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ആളുകൾക്കിടയിൽ സക്സസിൻ്റെ കാര്യത്തിൽ ഇത്ര വലിയ അന്തരം ഉണ്ടാകുന്ന ഒരു ലോകം ഉണ്ടായത് നമുക്ക് ലഭിച്ചിട്ടുള്ള നിശ്ചിതമായിട്ടുള്ള സമയത്തെ നമ്മൾ വിനിയോഗിക്കുന്നതിൽ നിന്നാണ്. ഇപ്പം ഞാൻ പറയാം, ഞാനും നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ നിൽക്കുകയും നിങ്ങൾ അവിടെ ഇരിക്കുകയും ചെയ്യുന്ന പോയിൻ്റ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഡിഫറൻസ് മേക്ക് ചെയ്യുന്നത് ആ സോഷ്യൽ മീഡിയയിൽ ഞാൻ ആരെ ഫോളോ ചെയ്യുന്നു, എന്ത് കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. അപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു കാലത്ത്
നമ്മൾ ആരെ ഫോളോ ചെയ്യുന്നു, എന്ത് ടൈപ്പ് എൻ്റർടൈൻമെൻ്റ് ആണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നുള്ളതിന് വലിയ യുക്തിയുണ്ട്. അപ്പോൾ ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒരു ദിവസം കാണുന്ന സോഷ്യൽ മീഡിയ കണ്ടൻറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കുക. അത് വിലയിരുത്തിയാൽ മതി. ഇങ്ങനെ തോന്നൂലേ എന്താടാ നമ്മൾ നന്നാവാത്തതെന്ന്? ഞാൻ ഈ പറഞ്ഞ ഒരൊറ്റ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഒരു ദിവസം നിങ്ങൾ ആവറേജ് എത്ര സമയം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ട് നോക്കുക. നിങ്ങൾ അറിയാതെ ഒരുപാട് ടൈം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കൊടുക്കുന്നുണ്ടാവും. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആപ്പിൾ ആയാലും ആൻഡ്രോയിഡ് ആയാലും എല്ലാ ഫോണിലും ഇപ്പോൾ ഏതൊക്കെ ആപ്പിനാണ് നമ്മൾ സമയം കൊടുക്കുന്നതെന്ന് കിട്ടൂലേ? അത് നോക്കിയാൽ മതി. ഇനി കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമും മറ്റൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ ആരെയാണ് ഫോളോ ചെയ്യുന്നത് നോക്കുക. ഏത് ടൈപ്പ് കണ്ടൻറ്റുകളാണ് നിങ്ങൾക്ക് റെക്കമെൻഡേഷനിൽ വരുന്നത് നോക്കുക. എല്ലാ പുതിയ ട്രെൻഡിങ് സാധനങ്ങളും നിങ്ങൾക്ക് റെക്കമെൻഡേഷനിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്ത് മക്കളെ അത് മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ എന്നുള്ളത്. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ല. ആകെ അറിയുന്നത് നടന്മാരും നടിമാരും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ട്രെൻഡുകൾ മാത്രമേ അറിയുള്ളൂ. ഇത് ഞാൻ പറയാനുണ്ടായ സാഹചര്യം എന്താണെന്നറിയോ? ഞാൻ കഴിഞ്ഞ ആഴ്ച ലുലു മാളിൽ ഡിജക്സ് എന്ന് പറഞ്ഞിട്ട് ലുലുവിൻ്റെ ഒരു ഡിജിറ്റൽ ടെക്നോളജി എക്സിബിഷൻ ഉണ്ടായിരുന്നു. ഞാൻ അതിൽ ഗസ്റ്റായിരുന്നു. അപ്പോൾ അതിൽ ഒരാളിങ്ങനെ ചോദിക്കുകയാണ്, ഇന്നത്തെ യൂത്ത് നേരിടുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കുറച്ചൊരു ഹിസ്റ്ററിക്കലായിട്ടുള്ളൊരു കോണ്ടെക്സ്റ്റ് പറഞ്ഞിട്ടാണ് അതിന് മറുപടി പറഞ്ഞത്. ഞാൻ വായിച്ചൊരു പുസ്തകമുണ്ട്, ദ ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞിട്ട് 1932 ഇറങ്ങിയ പുസ്തകം. ഇപ്പോൾ ഇറങ്ങിയല്ല, കുറച്ച് ഒരു 90 വർഷം മുന്നേ പഴക്കമുള്ള പുസ്തകം. ആ പുസ്തകം ഇറങ്ങിയത് അമേരിക്കയിലാണ്. ഓക്കെ, ഹലോ, നിങ്ങളൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അവിടെ വർത്താനം പറയാൻ ഇത് നിങ്ങൾക്ക് എപ്പോഴും ചെയ്തൂടെ? ഇത് നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാം, ഇന്നെപ്പോഴും കിട്ടൂല, പിന്നെ നിങ്ങൾ ഖേദിക്കും. എൻ്റെ കോൺഫിഡൻസ് എന്നാണ് പറയണേ, നിങ്ങൾക്ക് വേണമെങ്കിൽ മതി. ഓക്കെ, അപ്പോൾ എന്താ പറയുക, വേൾഡിൽ ഇപ്പോൾ ലോകത്ത് ഒരു സാമ്പത്തിക മാന്ദ്യം നടന്നുകൊണ്ടിരിക്കുക എന്നാണ് പറയേണ്ടത്. ലോകത്ത് ഇപ്പോൾ ഒരു സാമ്പത്തിക മാന്ദ്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്ര ഒരുപാട് ആൾക്കാർക്ക് ജോലി നഷ്ടം ഉണ്ടായി എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഒരുപാട് പേരെ പിരിച്ചു വിട്ടു എന്നുള്ള വാർത്ത വായിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൽ ഇത്തരത്തിൽ ലോകത്ത് മുൻപൊരു സിനാരിയോ ഉണ്ടായിട്ടുണ്ട്. 1929 ഗ്രേറ്റ് ഡിപ്രഷൻ എന്നാണ് പറയുക. 20-ാം നൂറ്റാണ്ടിൽ ഒരുപാട് ഇവൻറ്റുകൾ നടന്നിട്ടുണ്ട്. 2 ലോക മഹായുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് മെഗാ ഇവൻറ്റുകൾ നടന്ന ഒരു നൂറ്റാണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 20-ാം നൂറ്റാണ്ട്. അതിൽ തന്നെ ഒരു മേജർ ഇവൻ്റ് ആയിരുന്നു ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് വലിയൊരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ മാന്ദ്യ കാലത്ത് ഇറങ്ങിയൊരു പുസ്തകമാണ് ദ ബ്രേവ് ന്യൂ വേൾഡ് എന്നുള്ളത്. അപ്പോൾ അതിൽ ഓഥർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് ഇപ്പോൾ നടക്കുന്ന പ്രശ്നമൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കരമായിട്ടും ഡിസാറ്റിസ്ഫൈഡ് ആണ്. ആൾക്കാർക്ക് ഭയങ്കരമായിട്ടും ഗവൺമെൻറ്റിനോട് എതിർപ്പുണ്ട്, ഗവൺമെൻറ് ഒന്നും ചെയ്തു തരുന്നില്ല എന്നുള്ള പരാതിയുണ്ട്, ജോലി ഇല്ലാത്ത പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇതിനെന്താ സൊല്യൂഷൻ എന്നുള്ളത്. അപ്പോൾ ആ പുസ്തകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓഥർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും സോമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രഗ് കൊടുക്കുക. സോമ, ഇവിടെ ഹിസ്റ്ററി ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ സോമ എന്താണെന്ന് അറിയുന്നുണ്ടാവും. ഇന്നത്തെ ഒരു മദ്യത്തിൻ്റെ ഒരു ആൾട്ടർനേറ്റീവാണ് സോമ. സോമ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഡോപ്പമിൻ അല്ലെങ്കിൽ സെറട്ടോണിൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഡ്രഗാണ്. അതായത് എല്ലാവരിലും ഹാപ്പിനെസ് ഇഞ്ചക്റ്റ് ചെയ്യുക. അതായത് ലൈഫിൽ കാര്യമായിട്ടൊരു മാറ്റം ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. വീട് പൊളിഞ്ഞ് വീഴുന്നുണ്ടാവും, ചിരിച്ചിങ്ങനെ ഇരിക്കും. നമ്മൾ ഭ്രാന്തന്മാരെന്നാണ് പറയുക. പക്ഷെ ആ സ്റ്റേറ്റിലേക്ക് ആൾക്കാരെ ഡ്രഗ് കൊടുത്തിട്ടാക്കുക. അതാണ് അന്നത്തെ സൊല്യൂഷനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഫാസ്റ്റ് ഫോർവേഡ് ടു 2023, ഓക്കെ, 2023 വരിക. ലോകത്ത് വലിയ തോതിൽ തൊഴിൽ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്ത് ഒരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് അപ്കമിങ് ജനറേഷനാണ് നിങ്ങൾ. ഇതിൽ എത്ര പേർക്ക് ഇവിടെ മാന്ദ്യം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് അറിയാം? എത്ര പേർക്ക് ചാറ്റ് GPT കുറിച്ച് അറിയാം? നേരത്തെ ഞാൻ ഇവിടെ ഒരു സാറിനോട് ചോദിക്കായിരുന്നു, എത്ര പേർക്ക് അറിയാം? 10 പേര്. ഒരു 1000 പേരുള്ളതിൽ 10 പേരുണ്ട്. ഇനി ആ സോമ ഇല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ സോമ, അതായത് ആളുകളെ അവരുടെ യഥാർത്ഥ അവസ്ഥയിൽ നിന്നും ശ്രദ്ധ തെറ്റിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ആ ഡ്രഗ്, അതല്ലേ ഇന്നത്തെ സോഷ്യൽ മീഡിയ എന്നുള്ളത് ആലോചിച്ച് നോക്കുക. നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ എത്രമാത്രം ഡിസ്ട്രാക്റ്റഡ് ആണെന്നുള്ളത്.
ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങളൊക്കെ അഡിക്റ്റഡ് ടു സോഷ്യൽ മീഡിയ ആണ്. അഡിക്റ്റഡ് ടു ലൈഫ് എന്നൊക്കെ പറയുന്ന പോലെ അഡിക്റ്റഡ് ടു സോഷ്യൽ മീഡിയ ആണ്. വേറെ പല കാര്യങ്ങൾക്കും അഡിക്റ്റഡ് ആവുന്ന ആൾക്കാരുണ്ട്, ഞാനിപ്പോൾ അതിൽ നിർത്താം. അതായത് സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റഡ് ആണ്. ലൈഫിൽ ഇങ്ങനെ ഒരു ജനറേഷൻ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര തന്നെ പുറത്ത് എന്താണ് നിങ്ങളുടെ ജീവിതം നേരെയാകാത്തതെന്നുള്ളത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടില്ല. ഞാൻ എൻ്റെ ഓഫീസിലെ സ്റ്റാഫുകളോട് തമാശ രൂപത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെയൊക്കെ ആഗ്രഹം ബെൻസിൽ പോകാനായിരിക്കും, പക്ഷെ നിങ്ങൾ എടുക്കുന്ന പണി ഒരു ആൾട്ടോക്കുള്ളതേ ഉള്ളൂ. മനസ്സിലായോ? ആഗ്രഹം ബെൻസിൽ പോകാനാണ്, പക്ഷെ നിങ്ങൾ എടുക്കുന്ന പണി ഒരു ആൾട്ടോയിൽ പോകാനുള്ളതേ ഉള്ളൂ എന്ന്. ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുന്നതെന്നറിയോ? നമുക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നേരത്തെ എണീക്കാൻ പറ്റൂല, കൂടുതൽ സമയം പഠിക്കാൻ പറ്റൂല, ലൈഫിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റൂല. പക്ഷെ എന്താണ്? പൈസ ഉണ്ടാക്കണം, ലൈഫ് നന്നാവണം. അങ്ങനെ സംഭവിക്കുമോ? സംഭവിക്കൂല. അതാണ് പറയുന്നത്, ലോകത്ത് ആൾക്കാർക്കിടയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് ദിനം പ്രതിയായിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങുമ്പോഴാണ്. ചില ആൾക്കാരൊക്കെ ഉണ്ട്, എന്താ പറയുക, ഒരു സുപ്രഭാതത്തിൽ നന്നാവാനുള്ള തീരുമാനം എടുത്തു. ഇതിനകത്തുള്ള പാരൻസിന് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലോണം മനസ്സിലാവും. അതുപോലെ കുട്ടികൾ ഇടയ്ക്കൊരു നന്നാവാനുള്ള തീരുമാനം എടുക്കും, പിന്നെ ഭയങ്കര പഠിപ്പായിരിക്കും. എന്നിട്ട് എന്താ സംഭവിക്കുക? രണ്ടാമത്തെ ദിവസം അല്ലേ, ആൾക്കാർ ജിമ്മിൽ പോകുന്ന പോലെയാണ്. ചില ആൾക്കാർ ജിമ്മിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലേ വീഗാലാൻഡിലേക്ക് ടൂറ് പോയ പോലെയാണ്. എല്ലാ റൈഡിലും കയറി ഇറങ്ങും. ജിമ്മിൽ പോയിട്ട് എല്ലാ എക്യുപ്മെൻറ്റ്സിലും കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു നോക്കും. ഇവർ വിചാരം എന്താ വെച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് മസിൽ വരുന്ന. എന്താ സംഭവിക്കുക? പിറ്റേ ദിവസം കയ്യും കാലും അനക്കാൻ പറ്റാണ്ട് അങ്ങ് സൈഡായി കിടക്കും അല്ലേ? അതായത് ഒരു ദിവസം കൊണ്ട് ഒരു മസിലും വരില്ല, പക്ഷെ നമ്മൾ സൈഡാവുകയും ചെയ്യും. അപ്പോൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റുകൾ നമ്മൾ നേടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ അതാ പറയുന്നത്, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിരന്തരമായിട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ഡോക്ടർ 5 ദിവസത്തിന് എഴുതിയ മരുന്ന് എന്തായാലും 10 ഗുളിക തന്നേക്കണേ, എന്നാൽ എല്ലാം കൂടെ ഒപ്പം കുടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? പനി മാറുമോ? ഇല്ല. എല്ലാത്തിനും ഒരു റൈറ്റ് ഡോസ് ഉണ്ട് അല്ലേ? എല്ലാം ഒരു റൈറ്റ് ഡോസിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതുപോലെ പഠിക്കുക എന്ന് പറയുമ്പോഴും ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴും നിങ്ങൾ മാറ്റം ഉണ്ടാക്കിയ ഏത് ആൾക്കാരുടെയും ലൈഫ് എടുത്ത് നോക്കുക. ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബോറടി ഉണ്ടല്ലോ, ആ ബോറടി ഹാൻഡിൽ ചെയ്യുന്നവരായിരിക്കും ലൈഫിൽ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവുക. സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബോറടിയാണ്. എന്നും സുബീക്ക് എണീക്കുക അല്ലെങ്കിൽ 6 മണി 5:30 ആകുമ്പോഴേക്ക് എണീക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബോറടിയാണ്. സ്ഥിരമായിട്ട് പഠിക്കുക ഭയങ്കര ബോറടിയാണ്. പക്ഷേ അത്തരം ബോറടികളെ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് ലൈഫിൽ മാറ്റങ്ങൾ തുടങ്ങുള്ളൂ. അത് 1 ദിവസം 2 ദിവസം 3 ദിവസം ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ ആ മാറ്റങ്ങൾ ലൈഫിൽ കണ്ടു തുടങ്ങില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു റിയൽ ലൈഫിലെ കാര്യം പറയാം. എല്ലാവരും 10ാം ക്ലാസ് കഴിഞ്ഞവരാണോ? അല്ലേ? എത്ര A+ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ഫുൾ A+ ഉള്ളവരൊന്ന് കൈപ്പൊക്കോ? നല്ലൊരു ശതമാനം ഫുൾ A+ ഉണ്ട്. 9 A+ ഉള്ളവരോ? ഭയങ്കര വിഷമമല്ലേ നിങ്ങൾക്ക്? ലൈക്ക് ഒരെണ്ണം മിസ്സായപ്പോൾ ഒരെണ്ണം മാത്രം കിട്ടിയവർ എത്ര പേരുണ്ട്? 1 A+ മാത്രം? ആരും ഇല്ലല്ലോ. എന്നാൽ ഞാനുണ്ട്. എനിക്ക് ആകെ ഒരു വിഷയത്തിൽ A+ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇത് ഞാൻ പറയേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് 2006 അപ്പോൾ 2006 1 A+ ഉണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിൽ മെറിറ്റ് കോട്ടയിൽ 4ാമതായിട്ട് കയറാൻ പറ്റും. അന്നത് മതി. അപ്പോൾ +2 നന്നായിട്ട് പഠിച്ചപ്പോൾ നാട്ടിലെ എൻജിനീയറിംഗ് കോളേജുകളിലൊന്നും അഡ്മിഷൻ കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ട് ഞാൻ എന്തിനായിരിക്കും ചേർന്നിട്ടുണ്ടാവുകയെന്നറിയോ? എനിക്ക് IT മാത്രമായിരുന്നു A+. അപ്പോൾ ഞാൻ എൻജിനീയറിങ്ങിന് ചേർന്നപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു. കാരണം എന്താ? IT A+. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ സ്വയം ഒരു IT എക്സ്പേർട്ടായിട്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ തമിഴ്നാട്ടിൽ സേലത്ത് പോയിട്ട് എൻജിനീയറിങ്ങിന് ചേർന്നു. സേലത്ത് പോയിട്ട് എൻജിനീയറിങ്ങിന് ചേർന്ന് 4 മാസം കൊണ്ട് പഠനം പൂർത്തിയാക്കി നാട്ടിലെത്തി. BTech 4 വർഷമാണ്, പക്ഷേ ഞാൻ 4 മാസം കൊണ്ട് തീർത്ത്. റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ പുറത്ത് തള്ളാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ സർട്ടിഫിക്കറ്റിന് വേണ്ടി പഠിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് 4 കൊല്ലം എടുക്കുന്നത്. എനിക്ക് അറിവ് കിട്ടിയാൽ മതിയായിരുന്നു, അപ്പോൾ ഞാൻ 4 മാസം കൊണ്ട് തീർത്ത് പോകുന്നതെന്നാണ്.
സംഭവം ഓടേണ്ടി വന്നതാണ്, അത് വേറെ കാര്യം. റാഗിങ്ങും പോലീസ് കേസൊക്കെ ആയിട്ട് ഞാൻ കേസ് കൊടുത്തു, പിന്നെ അവരെന്നെ തട്ടുമെന്ന് പറഞ്ഞു, അപ്പോൾ ഞാൻ എസ്കേപ്പ് അടിച്ചതാണ്. അപ്പോൾ നാട്ടിൽ വന്നിട്ട് ഡിഗ്രിക്ക് ചേർന്നു. ഞാൻ ഏതാ ഡിഗ്രി എടുത്തിട്ടുണ്ടാവുക? BSc IT. കാരണം IT യിലാണ് A+. അങ്ങനെ IT നല്ല വൃത്തിയായി പഠിച്ചതിൻ്റെ പേരിൽ ഡിഗ്രി കഴിഞ്ഞപ്പോൾ 2 സപ്ലിയൊക്കെ ഉണ്ടായിരുന്നു. സപ്ലി ഉള്ളതുകൊണ്ട് എനിക്ക് PGക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അലിഗഡ് യൂണിവേഴ്സിറ്റിയിലും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലൊക്കെ PGക്ക് എൻട്രൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ജോയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ. പരീക്ഷ എഴുതിയിട്ടുണ്ട്, പക്ഷേ നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോവാണ്. സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉപ്പ ഇങ്ങനെ കളിയാക്കി. ഉപ്പ ഇടയ്ക്ക് ഇങ്ങനെ കളിയാക്കുക. എന്താ വെച്ചാൽ വീട്ടിൽ 31 A+ എന്നാണ് പറയല്. 31 A+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും എൻ്റെ 3 സിസ്റ്റേഴ്സാണ് അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞിരുന്നത്. 3 പേര് ഫുൾ A+ ആണ്. അപ്പോൾ വീട്ടിൽ 31 A+ എന്ന് പറയുന്നത് ബേസിക്കലി ഇന്നെ തളർത്താൻ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ മൂപ്പരൊരു കളിയാക്കൽ, പോയിക്കോ ഒരു LD ക്ലർക്കെങ്കിലും കിട്ടുമെന്നുള്ളത്. ഞാൻ അതന്നെ വലിയ സംഭവമാക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ പഠിച്ചതിൻ്റെ പേരിൽ ഒരു റെക്കഗ്നിഷനും കിട്ടാത്ത ഞാൻ സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ അത്രയെങ്കിലും കിട്ടിയല്ലോ. അപ്പം അങ്ങനെ സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോയി. എൻ്റെ ലൈഫിൽ, അതായത് ഈ ചില സിനിമകൾ കാണാൻ പോകുമ്പോൾ പറയില്ലേ, എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ട് സിനിമ കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയ സിനിമയാണെന്നുള്ള ചില സിനിമകൾ പറയില്ലേ, ഭയങ്കര ഹൈപ്പ് ഉണ്ടെങ്കിൽ പോയി കണ്ടിട്ട് അതൊന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ നമുക്ക് ഒട്ടും ഹൈപ്പില്ല, അതായത് ഭയങ്കര അണ്ടർ പ്ലേഡാണ്. ഓവർ റേറ്റഡ് എന്ന് പറയുന്ന പോലെ ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. അതായത് പഠിക്കൊന്നുമില്ല, വെറുതെ ആ കാലം കൂടെ കഴിക്കുന്നുണ്ടാകും, കുറച്ച് കഴിഞ്ഞാൽ ഗൾഫിലേക്ക് കയറ്റിയാക്കേണ്ടി വരും എന്നുള്ള കൺസെപ്റ്റിലുള്ള ഒരാൾ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ പ്രിലിമിനറി പാസ്സായി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്രിലിമിനറി പാസ്സായപ്പോൾ ഞങ്ങളെ കുടുംബത്തിൽ ഇതുവരെ ആരും സിവിൽ സർവീസസിൻ്റെ പ്രിലിമിനറി പാസ്സായിട്ടില്ല. അപ്പോൾ ഞാൻ ചരിത്രമാണ് സൃഷ്ടിച്ചത്, അതായത് കുടുംബത്തിൽ ആരും. അപ്പം എൻ്റെ എളാപ്പുണ്ട്, മൂപ്പര് വക്കീലാണ്. അപ്പോൾ മൂപ്പര് എൻ്റെ ഒരു ഒഫീഷ്യൽ PR ഏജൻ്റായിട്ട് മൂപ്പര് സ്ഥാനം ഏറ്റെടുത്തു. കുടുംബത്തിൽ ഓനെ കണ്ട് പഠിക്കും. കഴിഞ്ഞ കൊല്ലം വരെ ഓൻ ആരായിരുന്നു? ഇപ്പോൾ സിവിൽ സർവീസസിൻ്റെ പ്രിലിംസ് പാസ്സായി. നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലും പാസ്സായിക്കണം. അപ്പോൾ മൂപ്പർക്കും പണ്ട് മൂപ്പര് ട്രൈ ചെയ്തിട്ട് തോറ്റ പരീക്ഷ. അപ്പോൾ മൂപ്പരും തന്നെ എന്തായി, നമ്മുടെ ഒരു ഒഫീഷ്യൽ ഓൾ ഇന്ത്യ റേഡിയോ ആയിട്ട് മാറി. അങ്ങനെ ഭയങ്കര പബ്ലിസിറ്റി തരികയാണ്. അങ്ങനെ ഞാൻ മെയിൻസും പാസ്സായി. ഇത് 2014 കാര്യമായിട്ടാണ് പറയുന്നത്, 2014 കാര്യമാണ്. അങ്ങനെ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് എഴുതിയ പരീക്ഷ സിവിൽ സർവീസസ് ആണ്. അതിൻ്റെ പ്രിലിമിനറിയും പാസ്സായി, അതിൻ്റെ മെയിൻസും പാസ്സായി, ഫൈനൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് 4 മാർക്കിനാണ് ആ വർഷം സർവീസ് മിസ്സായത്. സിവിൽ സർവീസ് പരീക്ഷയുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് മിസ്സായത്. സിവിൽ സർവീസിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം, പ്രിലിമിനറി ഏതാണ്ട് ഒരു 10 ലക്ഷം ആൾക്കാർ എഴുതും. അതിൽ നിന്നൊരു 10,000 ആൾക്കാരാണ് പ്രിലിംസ് പാസ്സാവുക. അതായത് ഒരു 99% ആൾക്കാരും ആദ്യഘട്ടത്തിൽ തന്നെ പുറത്താവും. പിന്നെ ബാക്കി വരുന്ന 1% മെയിൻസിൽ ഒരു അനദർ 8,000 പേരും കൂടെ ഫെയിലിയർ ആവും. ഒരു 2,000-2,500 ആൾക്കാരാണ് ഇൻ്റർവ്യൂവിന് ക്വാളിഫൈ ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ പറയേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ, ഒട്ടും പഠിക്കില്ല എന്നുള്ള ഒരു റെക്കഗ്നിഷൻ ഉണ്ടായിരുന്ന ഒരു പോയിൻ്റിൽ നിന്ന് ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ എൻ്റെ സ്വന്തം നിലയ്ക്ക് പഠിക്കാൻ ആരംഭിച്ചപ്പോൾ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ആർക്കും എക്സ്പെക്റ്റേഷനൊന്നുമില്ല, ഞാൻ എൻ്റേതായ രീതിയിൽ പഠിക്കുന്നു, എൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പഠിക്കുന്നു. അതിൻ്റെ തുടർന്നുള്ള വർഷങ്ങളിൽ ഞാൻ സിവിൽ സർവീസ് എഴുതി. അടുത്ത വർഷം 1 മാർക്കിന് ഇൻ്റർവ്യൂ കോൾ മിസ്സായി. 2016 ഞാൻ അവസാനമായിട്ട് എഴുതിയത്. എഗെയിൻ എനിക്കൊന്ന് 4 മാർക്കിന് ഇൻ്റർവ്യൂ കോൾ മിസ്സായി. ഇതൊക്കെ 2000 മാർക്കിൻ്റെ പരീക്ഷയിലാണ് മിസ്സാവുന്നതെന്ന് ഓർക്കണം. അതായത് ഞാനും ഒരു പക്ഷേ ഫസ്റ്റ് റാങ്ക് ഹോൾഡറും തമ്മിൽ ആകെ ഒരു 50 മാർക്കിൻ്റെ ഒക്കെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. സിവിൽ സർവീസ് പരീക്ഷയിൽ വളരെ നാരോ മാർക്കിനാണ് പോവുക. അത് ആൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അല്ലേ. 960 ചിലപ്പോൾ 958 വാങ്ങുന്നവരായിരിക്കും ഫസ്റ്റ് റാങ്ക് ഉണ്ടാവുക. സിവിൽ സർവീസസിൽ അങ്ങനെയല്ല. 2000 മാർക്കിൻ്റെ പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡറിന് പോലും ഒരു 900 മാർക്കൊക്കെ ഉണ്ടാവുള്ളൂ. അതായത് 50% മാർക്ക് പോലും ഫസ്റ്റ് റാങ്ക് ഹോൾഡർ വാങ്ങില്ല. ലാസ്റ്റ് റാങ്കുകാരന് ഒരു 45% മാർക്ക് ഉണ്ടാവും, ഫസ്റ്റ് റാങ്കുകാരന് ഒരു 50% മാർക്ക് ഉണ്ടാവും, അത്രേ കിട്ടാറുള്ളൂ. ഇത് ഞാൻ പറയേണ്ട റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അതിൻ്റെ കൂടെ 4 PSC SSC ജോബുകൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ജോബ് വേറെയും കിട്ടിയിട്ടുണ്ടായിരുന്നു.
ഒന്നിനും പോകാണ്ടെയാണ് ഞാൻ ഇന്ന് പറഞ്ഞ കമ്പനി തുടങ്ങിയത്. ഈ കമ്പനി 2017 തുടങ്ങിയ കമ്പനിയാണ്. നേരത്തെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഇഡാപ്റ്റ് എന്നുള്ള ഒരു കമ്പനിയെക്കുറിച്ച് പറഞ്ഞില്ലേ. ഇഡാപ്റ്റ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. ഇഡാപ്റ്റ് ഇന്ന് ഒരു $10 മില്യൺ വാല്യുവേഷനുള്ള ഒരു കമ്പനിയാണ്. $10 മില്യൺ എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? ഞാൻ തന്നെ പറഞ്ഞുതരാം. 82 കോടി രൂപ മൂല്യമുള്ളൊരു കമ്പനിയാണ്. കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് 82 കോടി റുപ്യ ഉണ്ടാക്കാൻ പറ്റിയ വേറെ എന്തെങ്കിലും പണി നിങ്ങൾക്കറിയോ? ഒന്ന് ആലോചിച്ച് നോക്കി, കിട്ടുമോ? അപ്പോൾ അങ്ങനത്തെ ഒരു കമ്പനി തുടങ്ങി ഏതാണ്ട് 4 ലക്ഷത്തോളം വിദ്യാർത്ഥികളുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ആ കമ്പനി ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത്, ലോകത്ത് ഒരു സാങ്കേതിക വിപ്ലവം നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ പരിചയിച്ചിട്ടുള്ള എല്ലാ മേഖലകളിലും ടെക്നോളജി വലിയ രീതിയിൽ കടന്നു കയറുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസം നമുക്കാർക്കും ലഭിക്കുന്നില്ല. ഞാനും നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചല്ലോ നിങ്ങളോട്, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് പൂർത്തിയായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇവിടുന്ന് കോറസായിട്ട് കേട്ടത് ഇല്ല എന്നുള്ളതാണ്. ഞാനും ഇതന്നെയാണ് പഠിച്ചിരുന്നത്. സിവിൽ സർവീസസിന് പഠിച്ചിരുന്ന കാലത്ത് ഞാൻ സ്വന്തമായിട്ട് വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് 2003 കംപ്ലീറ്റ് ആയ പ്രോജക്റ്റാണ്. പക്ഷേ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കുകൾ 90s പ്രിൻ്റ് ചെയ്ത ടെക്സ്റ്റ് ബുക്കായിരിക്കും. അതിലെന്താ ഉണ്ടാവുക? ഇപ്പോഴും ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. ആ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ടാണ് നിങ്ങൾ റിയൽ ലൈഫിലേക്ക് ഇറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ജോബ് മാർക്കറ്റാണ് ലോകത്തെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവുക. അക്കാഡമിക്സ് ഏറ്റവും പിറകിലാണ് ഉണ്ടാവുക. അപ്പോൾ എന്തുകൊണ്ടാണ് നാട്ടിലെ ആൾക്കാർക്ക് ജോലി കിട്ടാത്തതെന്ന് മനസ്സിലായോ? ഇവിടെ ജോലി ഇല്ലാഞ്ഞിട്ടല്ല, ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ പ്രോഡക്റ്റുകളായിട്ട് സ്വന്തമായിട്ട് ഒരു എഫേർട്ട് ഇടാതെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന യൂത്താണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങളുടെയൊക്കെ വിരൽ തുമ്പിൽ ലോകത്തുള്ള സകല ഇൻഫോർമേഷനും നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ട്. ലോകത്തുള്ള സകല ഇൻഫോർമേഷനും നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ട്. എന്നിട്ട് പോലും അത് ആക്സസ് ചെയ്യാണ്ട് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്നിടത്ത് എൻ്റർടൈൻമെൻറ്റ് തപ്പുന്ന സമയത്ത് ലൈഫ് എന്തുകൊണ്ടാണ് ഒരു പരിധിൻ്റെ അപ്പുറത്ത് നന്നാവാത്തതെന്നുള്ളതിൻ്റെ റീസണാണ്. ഇപ്പോൾ ChatGPT അറിയില്ല എന്ന് ഉള്ള കരുതുന്ന ഒരു 95% ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. അവർക്ക് വേണ്ടിയിട്ട് പറയട്ടെ, നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന 90% ജോലികളും ഞാൻ പറയുന്നത് ഫുള്ള് പറഞ്ഞ് നിങ്ങളെ കോൺഫിഡൻസ് കളയണ്ട എന്നുള്ളതുകൊണ്ടാണ്. 90% ജോലികളും ടെക്നോളജിക്ക് നാളെ ചെയ്യാൻ കഴിയും. ഒരു കോഴ്സ് പഠിച്ചത് കൊണ്ടും ആർക്കും ജോലി കിട്ടാൻ പോകുന്നില്ല. ഒരു കോഴ്സ് പഠിച്ചുകൊണ്ട് ജോലി കിട്ടാൻ പോകുന്നില്ല. ഒരുപാട് ഡോക്ടർ മേഖലയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരില്ലേ, ഇന്നത്തെ അച്ചീവേഴ്സിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ്. MBBS പഠിച്ചാലും ജോലി ഉണ്ടാവില്ല. എന്താ തോന്നുന്നത്? എന്താ, ഞാൻ റീസൺ എന്താണെന്ന് പറയട്ടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്താ ഒരു ഡോക്ടർ ചെയ്യുന്നത് നോക്കുക. ഒരു ഡോക്ടർ എന്താ ചെയ്യുന്നത് നോക്കുക. ഫുള്ള് കേൾക്കണം കേട്ടോ, അതിൻ്റെ മുന്നേ അഭിപ്രായം ഉണ്ടാക്കരുത്. ഞാനത് ആദ്യം പറയാം. ഫുള്ള് കേൾക്കണം. MBBS പഠിച്ച ഒരാൾ ചെയ്യുന്നത്, അയാളുടെ മുൻപിൽ വരുന്ന രോഗിയിൽ പ്രകടമായിട്ടുള്ള രോഗങ്ങൾ എന്താണോ, പ്രകടമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാവില്ലേ അല്ലേ? വിളറിയ മുഖം, വായ തുറന്ന് നോക്കും, അതിൻ്റെ അകത്ത് എന്താണുള്ളത് നോക്കും, അങ്ങനെ ടെമ്പറേച്ചർ നോക്കും, വാട്ടെവർ. അതായത് അയാളുടെ പ്രകടമായിട്ടുള്ള 3-4 രോഗലക്ഷണങ്ങൾ വെച്ചിട്ടാണ് ഒരു ഡോക്ടർ രോഗം ഇന്നതാണ് എന്ന് വിധി എഴുതുന്നത് അല്ലേ? ഒരു ഡോക്ടർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് രോഗം ഡയഗ്നോസ് ചെയ്യുക, രണ്ടാമത്തേത് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുക, മൂന്നാമത്തേത് സർജറി ചെയ്യുക. ഇത് മൂന്നും ഇന്ന് AI-ക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. എങ്ങനെയെന്നറിയോ? എഗെയിൻ ഞാൻ പറഞ്ഞുതരാം. രോഗനിർണയത്തിന് ഒരു ഡോക്ടർക്ക് പരമാവധി ഉപയോഗിക്കാൻ കഴിയുന്ന ഡാറ്റ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വരുന്ന രോഗിയുടെ പ്രകടമായിട്ടുള്ള രോഗലക്ഷണങ്ങളാണ്. അല്ലെങ്കിൽ വല്ല ടെസ്റ്റ് റിപ്പോർട്ടും രോഗിയുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ടുള്ള വിലയിരുത്തും അല്ലേ? ഇനി ഫാസ്റ്റ് ഫോർവേഡ് ടെക്നോളജിയുടെ കാര്യത്തിലേക്ക് വരിക. സ്മാർട്ട് ഫ്രിഡ്ജുകളുടെ കാലമാണ്. അറിയോ സ്മാർട്ട് ഫ്രിഡ്ജുകൾ? നിലവിൽ നിങ്ങളെ കയ്യിലുള്ള ഫ്രിഡ്ജുകളില്ലേ, നിങ്ങൾ ഇവിടെ അടുത്തുള്ള ഇലക്ട്രോണിക് സ്റ്റോർ ഏതാ വെച്ചാൽ, കണ്ണങ്കണ്ടിയോ നന്ദിലത്തോ ഏതാ വെച്ചാൽ അതിൽ പോയിട്ട് ചോദിക്കുക. സ്മാർട്ട് ഫ്രിഡ്ജുകൾ എന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജുണ്ട്. അതായത് ഈ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഏതെല്ലാം ഉൽപ്പന്നങ്ങളാണ് ഉള്ളത് എന്നുള്ളതും ഏതെല്ലാം ഉൽപ്പന്നങ്ങളാണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നുള്ളതും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഫ്രിഡ്ജുകൾ ഇന്നുണ്ട്. ഓക്കെ,
വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിന് വേണമെന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിലേക്ക് നേരിട്ട് ഓർഡർ ചെയ്യാൻ വരെ പറ്റും. നിങ്ങളുടെ ഗൂഗിൾ ഉണ്ടല്ലോ, നിങ്ങൾ എന്ത് ചൊറിച്ചിൽ വന്നാലും എന്ത് വേദന വന്നാലും ഇപ്പോൾ ആരോടാ ആദ്യം പറയുന്നത്? ഗൂഗിളിനോടാണ് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു നാട്ടിൽ ഒരു പകർച്ചവ്യാധി വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് അറിയുന്നതിന് മുൻപ് ആർക്കറിയാം? ഗൂഗിളിനറിയാം. കാരണം എന്താ വെച്ചാൽ ഒരേ ടൈപ്പ് ചൊറിച്ചിൽ ഒരുപാട് ആൾക്കാർ ഒരേ ഏരിയയിൽ നിന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൂഗിളിനറിയാം ആ ഏരിയയിൽ എന്തോ ഒരു പകർച്ചവ്യാധി വന്നിട്ടുണ്ട് എന്നുള്ളത്, അല്ലേ? ഞാൻ ദുബൈ മാളിലാണ് തോന്നുന്നുണ്ട്, ടോയ്ലറ്റിൽ പോയപ്പോൾ ടോയ്ലറ്റിൻ്റെ പിറകിൽ ഒട്ടിച്ചിട്ടുണ്ട്, ടോയ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന സംഭവമല്ല, നിങ്ങളുടെ ഹെൽത്ത് ഡാറ്റയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വയറ്റിനകത്ത് നടക്കുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ മൂഡ് മുഴുവൻ. അവിടെ നിന്ന് തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും അതാണ്. പ്രോപ്പർ ഡൈജഷൻ ഇല്ലേ, ഭയങ്കര ബാഡ് മൂഡായിരിക്കും, നമ്മൾ ഡിപ്രസ്ഡ് ആയിരിക്കും, നമുക്ക് തന്നെ അറിയാം എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ സ്റ്റൊമക്കിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ ഉണ്ടല്ലോ, അഥവാ നിങ്ങളുടെ എക്സ്ക്രീറ്റ നിങ്ങളുടെ ഹെൽത്ത് ഡാറ്റയാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആലോചിച്ച് നോക്കൂ, ഒരു ഫ്യൂച്ചർ വേൾഡ്, ഗൂഗിൾ പ്ലസ് നിങ്ങളുടെ ഫ്രിഡ്ജ് പ്ലസ് നിങ്ങളുടെ ടോയ്ലറ്റ് പ്ലസ് നിങ്ങളുടെ ഫോണ്, നിങ്ങൾ എത്ര നടന്നു എത്ര ഇരുന്നു എന്നുള്ളത് ആർക്കറിയാം? എത്ര സമയം ഉറങ്ങിയെന്ന് വരെ ഫോണിനറിയാം. കാരണം ആ നേരം മാത്രമല്ലേ കയ്യിൽ നിന്ന് വെച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഡാറ്റ വരെ ഫോണിൻ്റെ അടുത്തുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് വാച്ചുകൾ ഉണ്ടാവില്ലേ, സ്മാർട്ട് ബാൻഡുകൾ ഉണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത്രയും ഡാറ്റയിൽ നിന്ന് ഒരു AI പറയുകയാണ് നിങ്ങളുടെ രോഗം ഇന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണോ ശരി, അതോ ഒരു ഹ്യൂമൻ ഡോക്ടർ പറയുന്നതാണോ ശരി? 100% നമുക്കറിയാം ഒരു ഹ്യൂമൻ ഡോക്ടറേക്കാളും എഫിഷ്യൻ്റായിട്ട് രോഗനിർണയം നടത്താൻ ആർക്ക് പറ്റും? AIക്ക് പറ്റും. കാരണം എന്താണെന്നറിയോ? എഗെയിൻ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ഒരു ഹ്യൂമൻ ഡോക്ടർക്ക് എത്ര രോഗികളെ അയാളുടെ ആയുഷ്കാലത്തിൽ കാണാൻ പറ്റുമെന്ന് ആലോചിക്കാം. അയാളുടെ ആയുഷ്കാലത്ത് ചിലപ്പോൾ അയാൾ ഒരു 10,000 രോഗിനെ കാണും, അല്ലെങ്കിൽ ഒരു 50,000 രോഗിനെ കാണും. അതല്ല, വേണ്ട, അയാൾ ഭയങ്കര പണിക്കാരനാണ്, ഒരു 1,00,000 രോഗികളെ കാണും. അതല്ലേ ഒരു ഡോക്ടറുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ? അല്ലേ, നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറെ അടുത്ത് പോകും. ഡ്യൂട്ടി ഡോക്ടർ എന്നാൽ പോകണ്ട, അയാൾക്ക് അത്ര അറിയുണ്ടാവില്ല എന്ന് പറയും. ആലോചിച്ച് നോക്കുക. അപ്പോൾ ഒരു ഹ്യൂമൻ ഡോക്ടർ അയാൾ എത്ര പേഷ്യൻസിനെ കണ്ടു എന്നുള്ളതാണ് അയാളുടെ എക്സ്പീരിയൻസ് എന്നുണ്ടെങ്കിൽ, ലോകത്തുള്ള സകല ആൾക്കാരുടെയും മെഡിക്കൽ ഡാറ്റ പഠിക്കാൻ ഒരു നിമിഷം മതി AIക്ക്. ലോകത്തുള്ള സകല ആൾക്കാരുടെയും മെഡിക്കൽ ഡാറ്റ. അപ്പോൾ ആരുടെ രോഗം ഡയഗ്നോസിസ് ആയിരിക്കും ബെറ്റർ? ഒരു സംശയം വേണ്ട, AIൻ്റെ തന്നെ അല്ലേ. ഇനി AI മരുന്ന് എഴുതുന്ന കാര്യത്തിലേക്ക് വരാം. നിങ്ങളുടെ ജനിതക ഡാറ്റ കൂടെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നിലവിൽ നമ്മൾ പനിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പാരസിറ്റമോൾ. ആ കാലം മാറും. പകരം ഓരോരുത്തർക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് വരുന്ന ഒരു കാലം വരും. സർജറി ചെയ്യുന്ന റോബോട്ടുകൾ ഫ്യൂച്ചറല്ല, ഇവിടെ ഉണ്ട്. നമ്മളെ കോഴിക്കോട് മിംസിൽ വരെ ഉണ്ട്. ഒരു 2 മാസം മുൻപ് മിംസിലൊരു എക്സ്പോ ഉണ്ടായിരുന്നു, സർജറി ചെയ്യുന്ന റോബോട്ടുകളുടെ എക്സ്പോ. അപ്പോൾ ആ എക്സ്പോ കഴിഞ്ഞിട്ട് ഒരാൾ എന്നോട് വന്ന് പറയാണ്, അവിടെ ഞാൻ പോയി. അപ്പോൾ അവിടെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോൾ ആൾ പറയാണ്, സർജറി ചെയ്യുന്ന റോബോട്ട് ഉണ്ട്, പക്ഷെ അത് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റോബോട്ടിക് സർജറിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ വേണം. അപ്പോൾ ഇനിയും ഡോക്ടർമാർക്ക് വലിയ റോൾ ഉണ്ടാവില്ലേ എന്ന്. അപ്പോൾ ഞാൻ നല്ല രസമായിട്ട് മൂപ്പരോട് ചോദിച്ച്, മുന്നേ സർജറി ചെയ്യുന്ന റോബോട്ട് ഉണ്ടായിരുന്നോ? ഇല്ല. ഇപ്പം അത് വന്നില്ലേ? വന്നു. ഇനി അടുത്തത് എന്താ? ആ ഡോക്ടറെ ആ ഇക്വേഷൻ അങ്ങ് ഒഴിവാക്കുക. ഇങ്ങനെ ആലോചിച്ചാൽ മതി. പണ്ട് കാറുകൾ ഉണ്ടായിരുന്നില്ല ലോകത്ത്. കാറുകൾ വന്നപ്പോൾ അതിൻ്റെ തുടക്കകാലത്തിൽ കാറിന് ഒരു ഡ്രൈവർ വേണമായിരുന്നു, കാറിനെ ഓടിക്കാൻ. ഇനി അതിൻ്റെ അടുത്ത ഘട്ടം എന്താ? കാറുകൾ സ്വയം ഡ്രൈവ് ചെയ്യും. അതുപോലെ സർജറി ചെയ്യുന്ന റോബോട്ടുകൾ ഇപ്പോൾ വന്നു. ഇതിൻ്റെ അടുത്ത ഘട്ടം, നിലവിൽ അതിനൊരു റോബോട്ടിക് സർജറിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ഘട്ടം ആ ഡോക്ടറെ ഇതിന്ന് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഡാർക്ക് സിനാരിയോനെ പറ്റി ചിന്തിക്കേണ്ട. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഒരു ഇൻസൈറ്റ് തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മനുഷ്യരുടേത് എന്ന് മാത്രം കരുതിയിരുന്ന പല ജോലികളെയും യന്ത്രങ്ങൾ ഇന്ന് കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ChatGPT. കാരണം എന്താ വെച്ചാൽ, എന്താണ് AI എന്ന് നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയോ? AI എന്താ? ഒരുപാട് ആൾക്കാർ ഇവിടെ ഇല്ലേ? ഞാൻ AI വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനിഷൻ പറയാം. AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളെ യന്ത്രങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ നമുക്ക് AI-യുടെ ഡെഫിനിഷനിൽ കൊണ്ടുവരാം. മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളെ യന്ത്രങ്ങൾ ചെയ്യാം. അപ്പോൾ അതിൻ്റെ വളരെ ബേസിക് സാധനം എന്താണെന്നറിയോ? കാൽക്കുലേറ്ററിൽ നമ്മൾ കണക്ക് കൂട്ടുന്നത് പോലും ആദ്യ കാലങ്ങളിൽ AI-യാണ്. അത് വന്ന കാലത്ത്. കാരണം നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, നമ്മൾ മുന്നേ ഒരുപാട് സമയമെടുത്ത് കാൽക്കുലേറ്റ് ചെയ്തിരുന്ന കാര്യം ഭയങ്കര സിമ്പിളായിട്ട് കാൽക്കുലേറ്റർ ചെയ്തു തരുന്നു. ഇന്ന് നമുക്ക് ഇതൊക്കെയാണോ AI എന്ന് തോന്നും. പക്ഷേ ആദ്യ കാലങ്ങളിൽ അങ്ങനെയാണ്. ഇനി ഈ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും വിചാരം AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിലെന്നോ വരാൻ പോകുന്ന ഒരു സാധനമാണെന്നാണ്. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാത്തിലും AI ഉണ്ട്. നിങ്ങൾ 2 അക്ഷരം ടൈപ്പ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഇതല്ലേ ഉദ്ദേശിച്ചത് എന്ന് ഗൂഗിൾ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ ഇഷ്ടമുള്ള വീഡിയോകൾ മാത്രമാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫോട്ടോസ് മാത്രമാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാം AI ആണ്. അതായത് നമ്മുടെ റിയൽ ലൈഫിൽ AI ആൾറെഡി കടന്നു കയറി തുടങ്ങി. ഇനി ആ AI-ൻ്റെ പുതിയ രൂപമാണ് ChatGPT. ChatGPT വന്നപ്പോഴാണ് ഈ AI എന്നുള്ളത് കുറച്ചും കൂടെ ചർച്ചയായത്. ഇനി അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഒരുപാട് കാലം മനുഷ്യന്മാർ വിചാരിച്ചിരുന്നത് മനുഷ്യൻ്റെ ബ്രെയിൻ ഉണ്ടല്ലോ, തലച്ചോറ്, അതിനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് മനുഷ്യൻ്റെ തലച്ചോറ് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ, ഒരുപാട് ന്യൂറോൺസ് ഉണ്ട്, സിനാപ്സസ് ഉണ്ട്, ബാക്കിയുള്ളതുണ്ട്. തലച്ചോറ് ഭയങ്കര കോംപ്ലക്സ് ആണ്. അതിനെ റീക്രിയേറ്റ് ചെയ്യാൻ തലച്ചോറ് എന്താന്ന് പോലും നമുക്കറിയില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാരൊക്കെ കരുതിയിരുന്നു. പക്ഷേ ChatGPT വർക്ക് ചെയ്യുന്നത് എന്താണെന്നറിയോ? മനുഷ്യൻ്റെ തലച്ചോറ് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്ന് അറിയേണ്ട ആവശ്യമില്ല. പകരം മനുഷ്യൻ തലച്ചോറ് ഉപയോഗിച്ച് ലോകത്ത് ഒരുപാട് അറിവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലേ? ലോകത്ത് ഒരുപാട് അറിവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ അറിവൊക്കെ ഡിജിറ്റലി അവൈലബിൾ ആണ്. ആ അറിവൊക്കെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ അറിവിനെ എടുത്തിട്ട് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ അങ്ങ് പഠിക്കുകയാണ്. ChatGPT എന്താണെന്ന് സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ അറിവുമുള്ള ഒരു മെൻറ്ററെ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? എല്ലാം അറിയാം മൂപ്പർക്ക്. നമ്മളിങ്ങനെ ചോദിച്ചാൽ മതി, ചോദിക്കുന്നതിനനുസരിച്ച് മൂപ്പർ പറഞ്ഞുതരും. അതല്ലെങ്കിൽ എല്ലാം അറിയുന്ന ഒരാളെ നമ്മൾ ചാറ്റിങ്ങിൽ കിട്ടുകയാണ്, വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന പോലെ. അയാളുടെ എന്തും ചോദിക്കുക, അയാൾ പറഞ്ഞുതരും. മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സിമ്പിളായിട്ട് പറഞ്ഞുതരും. നമുക്ക് എന്തെങ്കിലും ഒരു പണി എടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ, ലെറ്റർ എഴുതണം, റിപ്പോർട്ട് ഉണ്ടാക്കണം, അസൈൻമെൻറ്റ് എഴുതണം, പ്രൊജക്റ്റ് എഴുതണം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ മൂപ്പർ ചെയ്തു തരും. 5 പൈസയും കൊടുക്കണ്ട. ഒരു മനുഷ്യൻ ചെയ്തതിനേക്കാളും എഫിഷ്യൻ്റായിട്ട് ചെയ്തു തരും. കുട്ടികളെ ശ്രദ്ധിക്കണം, അസൈൻമെൻറ്റും പ്രൊജക്റ്റൊക്കെ എഴുതാം. ടീച്ചർ അസൈൻമെൻറ്റ് പറഞ്ഞ അതേ ഡയലോഗ് ഇവിടെ കോപ്പി പേസ്റ്റ് അടിച്ചാൽ കംപ്ലീറ്റ് പ്രോജക്റ്റ് കിട്ടും. എത്ര പേജ് വേണമെന്ന് പറഞ്ഞാൽ മതി. ടീച്ചറോട് തന്നെ ചോദിക്കുക, ടീച്ചറെ എത്ര വേർഡ്സിലാണ്? ടീച്ചർ 1000 വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഇൻസ്ട്രക്ഷനിൽ കൊടുക്കുക 1000 വേർഡ്സാണ് കേട്ടോ. അപ്പോൾ 1000 വേർഡ്സ് എഴുതി തരും. എത്ര വേണമെങ്കിലും എഴുതി തരും. അത് 10,000 വേർഡ്സ് ആക്കണം, അല്ല ഒരു ബുക്ക് എഴുതണം എന്ന് പറഞ്ഞാൽ ബുക്ക് എഴുതി തരും. അതിന് പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ChatGPT. ഇത് സ്കൂൾ കുട്ടികൾക്ക് മാത്രമല്ല, കണ്ടൻറ് റൈറ്റിംഗ്, കോപ്പി റൈറ്റിംഗ്, പ്രൊജക്ട് പ്രിപ്പറേഷൻ, ഡോക്യുമെൻറ്റ് പ്രിപ്പറേഷൻ, അങ്ങനെ ഒരുവിധം ഏത് ജോബുകളെയും റീപ്ലേസ് ചെയ്യാൻ പൊട്ടൻഷ്യലുള്ള ഒരു ടെക്നോളജി. ഈ ടെക്നോളജി ലോകത്ത് വന്നിട്ട് 8-10 മാസമായി. ഇപ്പോഴും അത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്നറിയോ? ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് നോക്കുക. ഇത്തരം AI-കളൊക്കെ ഉപയോഗിച്ചിട്ട് ആൾക്കാർ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ AI ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിൻ്റെ ചിലവ് ഗണ്യമായിട്ട് കുറയും. AI ഉപയോഗിക്കാണ്ട് നിർമ്മിക്കുന്നതിൻ്റെ ചിലവ് ഗണ്യമായിട്ട് കൂടും. പണ്ട് നമ്മൾ പറയലില്ലേ, കൈപ്പണി എന്ന് പറയില്ലേ ചില സംഭവങ്ങളൊക്കെ. പണ്ട് ഇല്ലേ, റോൾസ് റോയ്സ് കാറ് കൈപ്പണിയാണ്, ഭയങ്കര വിലയാണ്. ആൾട്ടോ ഒക്കെ മാസ് പ്രൊഡക്ഷനാണ്. അപ്പോൾ അതിന് വില കുറയും. അപ്പോൾ മാസ് പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ വില കുറയും നമുക്കറിയാലോ. ഈ പറഞ്ഞ പോലെ സാധാരണക്കാർ ഈ ടെക്നോളജി ഒന്നും ഉപയോഗിക്കാണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഉൽപ്പാദനമോ ബിസിനസ്സോ ഒക്കെ ചെയ്തു എന്ന് വെക്കുക, നിങ്ങളുടെ പ്രൊഡക്റ്റിനും സർവീസിനൊക്കെ ഭയങ്കര കോസ്റ്റായിരിക്കും. പക്ഷേ മെക്കനൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ നടത്തുന്നു, അല്ലെങ്കിൽ ChatGPT പോലെയുള്ള ടൂളുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യിക്കുന്നു, പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരുപാട് കുറയും. ഓട്ടോമാറ്റിക്കലി ഈ ടൂള് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ ഇത് ആൾക്കാരുടെ ഇടയിലേക്ക് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ നിന്ന് പുറത്തായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ രീതിയിലുള്ള ഒരു ക്രൈസിസ് ലോകത്ത് വരാൻ പോവുക. നിങ്ങൾ
പറയുന്ന പോലെ അല്ലെങ്കിൽ വിചാരിക്കുന്ന പോലെ എഴുത്തും വായനയും അറിയാത്ത ആളുകളല്ല പുതിയ കാലത്തിൻ്റെ ഇല്ലിറ്ററേറ്റ് എന്ന് പറയുന്നത്. പുതിയ കാലത്തിൻ്റെ ഇല്ലിറ്ററേറ്റ് എന്ന് പറയുന്നത് ഇത്തരം സാങ്കേതിക വിദ്യകൾ ദിനം പ്രതി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നുണ്ട് എന്ന് അറിയാതെ ജീവിക്കുന്നതാണ് ഈ പുതിയ കാലത്തിൻ്റെ ഇല്ലിറ്ററേറ്റുകൾ. ഞാൻ നിങ്ങളോട് ഡോക്ടർ മേഖല വരെ, കാരണം നമ്മളത് ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോബായിട്ട് കാണുന്നതുകൊണ്ടാണ് ആ മേഖല വരെ മാറുന്നു എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഭാവിയിൽ ഡോക്ടർമാർ വേണ്ട, ടീച്ചർമാർ വേണ്ട, എൻജിനീയർമാർ വേണ്ട എന്നല്ല കേട്ടോ. ഇത് മനസ്സിലാക്കേണ്ടുന്ന ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർമാർ വെറും മരുന്നെഴുത്തുകാരും അല്ലെങ്കിൽ സർജറി ചെയ്യുന്നവരും മാത്രം ആയി മാറുന്നതിന് പകരം ഇമോഷണൽ കെയർ കൊടുക്കുന്ന ആൾക്കാരായിട്ട് മാറുക എന്നുള്ളൊരു കാര്യമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഡോക്ടേഴ്സ് വേണ്ടി വരും. നിലവിൽ 100,000 ആൾക്കാർക്ക് ഒരു ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ 100 ആൾക്ക് ഒരു ഡോക്ടർ വേണ്ടി വരും. അതായത് ആ മേഖലയിൽ ഒരുപാട് പുതിയ ജോലികൾ വരും എന്നാണ് ഞാൻ പറയുന്നത്, ജോലി കുറയുമെന്നല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ AI-നെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനൊക്കെ സിന്തറ്റിക് ഇൻ്റലിജൻസ് എന്നാണ് പറയുക. സംതിങ് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ എന്താണ്, നിർമ്മിച്ചതാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടുന്നൊരു എക്സാമ്പിൾ പറയട്ടെ. നിങ്ങളൊരു ടെർമിനൽ ഡിസീസ് ഉണ്ട്, നിങ്ങൾക്ക് ക്യാൻസറോ മറ്റെന്തെങ്കിലും കാര്യമാണ്, നിങ്ങൾ മരണക്കിടക്കയിലാണ്. ഒരു റോബോട്ട് വന്നിട്ട് നിങ്ങളോട് പറയാണ് നിങ്ങൾ 24 മണിക്കൂറും കൂടെ സമയമുണ്ട്, അത് കഴിഞ്ഞാൽ നിങ്ങൾ തട്ടിപ്പോകുന്നു പറയുന്നതാണോ? പകരം ഒരു ഹ്യൂമൻ ഡോക്ടർ വന്നിട്ട് നമ്മുടെ കൈ പിടിച്ച് നമ്മളെ വിശേഷങ്ങൾ ചോദിച്ച് നമ്മളോട് കാണിക്കുന്ന ഒരു ഹ്യൂമാനിറ്റി ഉണ്ടല്ലോ, നമ്മളിതിലേതാ ഇഷ്ടപ്പെടുക എന്നുള്ളത് ആലോചിക്കാം. നമ്മൾ ഹ്യൂമൻ ഇടപെടലുകളായിരിക്കില്ലേ, നമ്മൾ ഹ്യൂമൻസാണ്, നമ്മൾ മനുഷ്യന്മാരാണ്. അപ്പോൾ നമുക്ക് മനുഷ്യത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ വാല്യൂ. അപ്പോൾ ആ മനുഷ്യത്വത്തിന് ഏറ്റവും കൂടുതൽ വാല്യൂ ലഭിക്കുന്ന ഒരു കാലമായിരിക്കും ഇനിയുള്ള കാലത്ത് വരിക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ സാപ്പിയൻസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്, ഭയങ്കര ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു പുസ്തകം. ആ പുസ്തകം പറയുന്നത് എന്താണെന്നറിയോ, മനുഷ്യന്മാരൊന്നും ഇങ്ങനെ ജോലിയൊന്നും ചെയ്തിരുന്ന ആൾക്കാരല്ല. നമ്മൾ ഭക്ഷണം ശേഖരിക്കും, പ്രകൃതിയിൽ തന്നെ ആവശ്യത്തിനുള്ള ഭക്ഷണമുണ്ട്, ആ ഭക്ഷണം ശേഖരിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം വിനോദത്തിനും അല്ലെങ്കിൽ കിടന്നുറങ്ങാനും ചിലവഴിച്ചിരുന്ന മനുഷ്യന്മാർ കൃഷി തുടങ്ങിയതിന് ശേഷമാണ് പണിയെടുക്കേണ്ട ഗതികേട് വന്നത്. കാരണം കൃഷി തുടങ്ങിയപ്പോൾ കൃഷിക്ക് വേണ്ടിയിട്ട് ഗോതമ്പ് വെറും ഒരു കാട്ടുചെടിയായിരുന്നു. ആ കാട്ടുചെടിയായിരുന്ന ഗോതമ്പിനെ ഇന്ന് ലോകത്ത് എല്ലായിടത്തും കാണുന്ന രീതിയിലേക്ക് കൃഷി കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഗോതമ്പിൻ്റെ വിജയമാണോ അതോ മനുഷ്യൻ്റെ വിജയമാണോ എന്ന് ചോദിക്കുന്നത്. വെറും കാട്ടിലെ ഒരു ചെടിയായിരുന്ന ഗോതമ്പിനെ ലോകത്ത് എല്ലാ മുക്കിലും മൂലയിലും കാണുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഗോതമ്പിൻ്റെ വിജയമാണോ അതോ മനുഷ്യൻ്റെ വിജയമാണോ എന്നുള്ളത്. പല ടൈപ്പ് ഫുഡ്സിന്ന് ആവശ്യമുള്ള ന്യൂട്രീഷൻ കണ്ടെത്തിയിരുന്ന അല്ലേ. ഉച്ചയ്ക്ക് ചിലപ്പോൾ ഇന്നലെ മുയലോ മാനൊക്കെ ആയിരിക്കും, ഇന്ന് ചിലപ്പം പോത്തായിരിക്കും. അങ്ങനെ വെറൈറ്റി ഫുഡ് കഴിച്ചിരുന്ന മനുഷ്യന്മാർ കൃഷി തുടങ്ങിയതിന് ശേഷം നമ്മൾ സ്റ്റേപ്പിൾ ഡയറ്റ് എന്ന് പറയും, അത് ഗോതമ്പ് അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിതം മുൻപോട്ട് പോകാൻ തുടങ്ങി. അത് മാത്രമാണോ? അല്ല, രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യേണ്ട ഗതികേട് മനുഷ്യന് വന്നു. അതിനു മുൻപ് അതില്ല. ഭക്ഷണം ശേഖരിച്ച് ജീവിച്ചിരുന്ന കാലത്ത് മനുഷ്യന് വിനോദത്തിന് ഒരുപാട് സമയമുണ്ടായിരുന്നു. പക്ഷെ കൃഷി തുടങ്ങിയതിന് ശേഷം മനുഷ്യന്മാർക്ക് റെസ്റ്റ് എടുക്കാൻ ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. കാലാകാലത്തും മനുഷ്യന്മാർ പണിയെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഒരുപാട് ടെക്നോളജിയൊക്കെ കണ്ടുപിടിച്ച് ഇപ്പോൾ വി ആർ അറ്റ് ദാറ്റ് പോയിന്റ് വേർ എന്താ പറയുക, പണിയെടുത്തിട്ടില്ലെങ്കിലും ജീവിക്കാൻ കഴിയുന്ന ഒരു കാലത്തേക്ക് ലോകം എത്തിക്കൊണ്ടിരിക്കുക. നമുക്ക് വേണ്ടി റോബോട്ടുകൾ പണിയെടുക്കും, അല്ലാതെ പണിയെടുക്കുന്നതിന് ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ മനുഷ്യൻ്റെ മൂല്യങ്ങൾ കൂടുതലുള്ള മേഖലകളിൽ ഇനി തൊഴിൽ കണ്ടെത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് ടെക്നോളജിയെക്കുറിച്ച് പറയുമ്പോഴും ഡോക്ടർമാർ വേണം, ടീച്ചർമാർ വേണം, എൻജിനീയർമാർ വേണം, എല്ലാ തരത്തിലും നമുക്ക് കൂടുതൽ ആൾക്കാർ ആവശ്യമുണ്ട്. പക്ഷെ ആ ആൾക്കാർ ഡോക്ടർമാരെന്ന് പറയുമ്പോൾ ഒരു ദിവസം 500 പേഷ്യൻസിനെ നോക്കുന്ന ഡോക്ടർമാരല്ല. ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് പേഷ്യൻസിന് പേഴ്സണൽ അറ്റൻഷൻ കൂടെ കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ അല്ലേ, മുഖത്തേക്ക് നോക്കാൻ പോലും ടൈമില്ലാത്ത ഡോക്ടർമാരുണ്ട്. വരുന്നു, മരുന്നെഴുതുന്നു, പോകുന്നു എന്നുള്ള രീതിയിലുള്ള ഡോക്ടർമാരുണ്ട്. അതൊന്നും ഭാവിയിൽ ഉണ്ടാകില്ല. പകരം മനുഷ്യന്മാർക്കൊരു ഹ്യൂമൻ കെയർ കൊടുക്കാൻ കഴിയുന്ന ഡോക്ടർമാർക്ക് ഭാവിയിൽ ഭയങ്കര ഡിമാൻഡ് ഉണ്ടാകും. ടീച്ചർമാർ കൂടുതൽ വേണമെന്നാണ് ഞാൻ പറയാം. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഒരു കുട്ടി ഒരു 15 കൊല്ലെങ്കിലും സ്കൂളിലൂടെ കടന്നു പോയിട്ടാണ് നാട്ടിലേക്ക് എത്തുന്നത്. എന്നിട്ടും ആ കുട്ടി നാശമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ആ ടീച്ചറിനെ പിടിച്ചടിക്കണമെന്ന്. കാരണം എന്താ, 15 കൊല്ലം കൈ കിട്ടിയിട്ട് അവനെ നന്നാക്കാൻ പറ്റിയിട്ടില്ല അല്ലേ.
പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീച്ചർ 60-70 കുട്ടികളെ നോക്കേണ്ടി വരും, അത് ഒരു ക്ലാസ്സിൽ. ഇങ്ങനെ 4 ക്ലാസ്സിൽ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും കുട്ടികൾ ഒരു ടീച്ചർക്ക് നോക്കുക എന്നുള്ളത് ഹ്യൂമൻലി പോസിബിൾ അല്ല. അപ്പോൾ അതിന്ന് മാറിയിട്ട് ഭാവിയിൽ കുറേ ടീച്ചേഴ്സ് വേണം. കുറേ ടീച്ചേഴ്സ് വന്നിട്ട് ഓരോ കുട്ടിക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കണം. ടീച്ചർ കൃത്യമായിട്ട് സിലബസ് പഠിപ്പിക്കേണ്ട, ഞാനതാ പറയല്ലേ, ടീച്ചർമാർ ഇനി പഠിപ്പിക്കാൻ ഇവിടെ യൂട്യൂബ് ഉണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങളുണ്ട്. ലോകത്തുള്ള സകല അറിവും കുട്ടികളുടെ വിരൽത്തുമ്പിലുണ്ട്. പക്ഷെ കുട്ടികൾക്കില്ലാത്തൊരു കാര്യം എന്താണെന്നറിയോ? മാനസിക പക്വതയാണ്. അപ്പോൾ ടീച്ചർമാർ കുട്ടികളോട് പോയിട്ട് കഥകൾ പറയണം, ടീച്ചറുടെ ലൈഫിൽ വന്നിട്ടുള്ള അബദ്ധങ്ങളെക്കുറിച്ച് പറയണം. എന്നിട്ട് ആ അബദ്ധങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ടീച്ചർ കയറിയത്, അല്ലെങ്കിൽ ടീച്ചർക്ക് കിട്ടിയ ലെസൺ എന്താണെന്ന് പറയണം. ജീവിത പാഠങ്ങളെക്കുറിച്ച് പറയണം. കുട്ടികളോട് ശരികളിൽ നല്ല ശരിയെ തിരിച്ചറിയാൻ പഠിപ്പിക്കണം, ചെറിയ തെറ്റിനെ തിരിച്ചറിയാൻ പഠിപ്പിക്കണം. കാരണം ശരിയും തെറ്റും തിരിച്ചറിയാന്നുള്ളത് പലപ്പോഴും ഭയങ്കര ഈസി ആയിരിക്കും. ഒരു സ്വിച്ച് ഓണും ഓഫും എന്ന് പറയുന്ന പോലെ ഭയങ്കര ഈസിയാണ് ഈ ശരിയും തെറ്റും വേർതിരിച്ചറിയാൻ. പക്ഷെ നമ്മളെ ലൈഫിൻ്റെ ഡിസിഷൻസ് അതല്ല. ലൈഫിൻ്റെ ഡിസിഷൻസ് എപ്പോഴും ശരികളിൽ നല്ല ശരി, തെറ്റിൽ ചെറിയ തെറ്റ്, ഈ തീരുമാനങ്ങളാണ് നമ്മളെ ലൈഫിനെ ഭയങ്കരമായിട്ടും ഡിഫറൻ്റ് ആക്കുക. വ്യക്തികൾക്കിടയിലുള്ള ഡിഫറൻസ് അതാണ്. ഞാൻ ഇന്ന കരിയർ എടുക്കണോ ഈ കരിയർ എടുക്കണോ, രണ്ടും നല്ലതാണ്. അപ്പോൾ അതിൽ ബെറ്റർ ഏത്? ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളാണ് യൂത്തിനുണ്ടാവുക. അപ്പോൾ ആ ചോദ്യങ്ങളിൽ ഇത്രയും ടെക്നോളജി മറ്റു കാര്യങ്ങളൊക്കെ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലത്ത് ശരിയായിട്ടുള്ള മാനസിക പക്വതയോടെ പുതിയ ജനറേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അധ്യാപകർ ഇനിയും കുറേ കൂടുതൽ വേണം. അധ്യാപകർ പഠിപ്പിക്കുന്നത് നിർത്തണം. എന്നിട്ട് കുട്ടികൾക്ക് ഈ നേരത്തെ പറഞ്ഞ മാനസിക പക്വത ഉണ്ടാവാനുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ. എനിക്ക് എന്താണെന്നറിയോ, ഇവിടെ പല പ്രായത്തിലുള്ള ആൾക്കാരുണ്ട്, രക്ഷിതാക്കളുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ സെലക്റ്റീവായിട്ട് മറുപടി പറയാന്നുള്ളത് ലൈക്ക് ഒരു സെഷനായിട്ട് പറയുന്ന സമയത്ത് അത് പ്രയാസമാണ്. പക്ഷേ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത കുറച്ച് സമയം നമുക്ക് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി ചിലവഴിക്കാം. ഞാൻ എൻ്റെ ഒരു ഹിസ്റ്ററി നിങ്ങളോട് പറഞ്ഞു തന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെപ്പോലെ ഒരുപാട് ആശയക്കുഴപ്പങ്ങളുമായിട്ട് കരിയറിനെയും മറ്റു കാര്യങ്ങളെയൊക്കെ സമീപിച്ച ആളായിരുന്നു ഞാനും. പക്ഷേ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട്, എനിക്കത് ഭയങ്കര ഉറപ്പിച്ച് പറയാൻ പറ്റും, 10 അല്ല 11 വർഷമായിട്ട് നിരന്തരമായിട്ട് ഞാൻ പഠിക്കുന്നുണ്ട്. ഒരു ദിവസം പോലും ഞാൻ പഠനം നിർത്തുന്നില്ല. ഇപ്പം ഞാൻ ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്തും ഞാനൊരു പുസ്തകം കേട്ടിട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും ഇവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്തും ഞാനൊരു പുസ്തകം കേട്ടിട്ടായിരിക്കും പോവുക. എനിക്ക് അവൈലബിൾ ആകുന്ന ടൈമിലൊക്കെ ഞാൻ പഠിക്കാനാണ് ശ്രമിക്കുക. ഇതെന്താ കാരണം എന്നറിയോ? എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കും നിങ്ങൾക്കൊക്കെ ഒരേ ടൈമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേലെ ഞാൻ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാളും മെനക്കെടണം, നിങ്ങളെക്കാളും പഠിക്കണം. എനിക്ക് നിങ്ങളെ മേലെ നിൽക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനതിൽ തോൽക്കാൻ തയ്യാറല്ല. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ചെയ്യാനുള്ള, ഞാൻ പറഞ്ഞല്ലോ, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴുള്ള ബോറടി ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കും ലൈഫിലെ സക്സസ്സിനും ഇടയിലുള്ള വലിയ ഒരു ഘടകമായിട്ട് മാറുക. അപ്പോൾ ബോറടി ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴുള്ള ബോറടി ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. അത് നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുക, സ്ഥിരമായിട്ട് നല്ല വ്യായാമം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടാവും. പക്ഷേ എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് ഇതൊക്കെ ചെയ്യുക എന്നുള്ളത് ഭയങ്കര പ്രയാസമുള്ള കാര്യമായിരിക്കും. എല്ലാ ദിവസവും പഠിക്കുക എന്നുള്ളത് ഭയങ്കര പ്രയാസമുള്ള കാര്യമായിരിക്കും. പക്ഷേ എന്ത് കാര്യവും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുക, പഠനം ഒരിക്കലും നിർത്തരുത്. ജോലി കിട്ടിയെന്ന് കരുതിയിട്ട് നിർത്തരുത്, കാരണം ആ ജോലിക്കൊന്നും അധികം ആയുസ് ഉണ്ടാവില്ല. അപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്നവരോടും പറയാനുള്ളത് തന്നെയാണ്, പഠിച്ചുകൊണ്ടേയിരിക്കുക. അത് മാത്രമാണ് ഇനിയുള്ള കാലത്ത് നമ്മുടെ മുൻപിലുള്ള ഒരേ ഒരു സൊല്യൂഷൻ. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ മൈക്ക് തരാൻ ഇവിടെ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, കൈ പൊക്കിയാൽ മതി, അവർ നിങ്ങൾക്ക് മൈക്ക് തരും. എന്തെങ്കിലും എന്നോട് പ്രത്യേകമായിട്ട് ചോദിക്കാൻ തോന്നുന്ന എന്ത് കാര്യങ്ങളും ചോദിക്കാം. കാരണം മറ്റേ വീഡിയോയിൽ പറഞ്ഞ ആ കാര്യം ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ, എന്തിനെ പറ്റിയാ ചോദിക്കേണ്ടതെന്നുള്ള പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ എന്തിനെ പറ്റി വേണമെങ്കിലും ചോദിച്ചോളൂ. എനിക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ മറുപടി പറയുള്ളൂ, ഇല്ലെങ്കിൽ അറിയില്ല എന്ന് പറയും.
ലൈഫിൽ ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ, ഇവിടെ വളരെ ശ്രദ്ധയോടുകൂടി ഈ പ്രോഗ്രാം വീക്ഷിച്ച ആൾക്കാരുണ്ടാവും. ഞാൻ ഒരു നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു സംഘാടകർ നിങ്ങൾക്ക് വേണ്ടി എടുത്തൊരു എഫേർട്ട് ഉണ്ടാകും. അതെന്ന് വെച്ചാൽ ഇവിടെ നോർമലി കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാൻ ശരിക്കും ഭയങ്കര ഈസിയാണ്. ഇവിടെ കുറച്ച് നേരം ഗാനമേള നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഭയങ്കര അറ്റൻഷനിലായിരിക്കും. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് ഫിനിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഒരു എന്താ പറയുക, ഒരു പുതിയ ഉൾക്കാഴ്ച നൽകുന്ന ഒരു സെഷൻ വെക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ അതിൻ്റെ പിറകിൽ നിങ്ങളൊക്കെ നന്നായിക്കോട്ടെ എന്നെങ്കിലും ഒരു ഉദ്ദേശമുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ ഇത് പൂർത്തിയാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സോമ തരാൻ ഭയങ്കര ഈസിയാണ്, നിങ്ങളെ ഹാപ്പി ആക്കാൻ ഭയങ്കര ഈസിയാണ്. പക്ഷെ നിങ്ങളെ ലൈഫിൽ കഴിച്ചിലാക്കാൻ ഭയങ്കര പ്രയാസമാണ്. നിങ്ങളെ ഹാപ്പി ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയുക, ഒരു വേൽമുരുക പാട്ട് ഇട്ടിട്ട് ചാടാൻ തുടങ്ങി അവിടെ ഇരിക്കുന്ന എല്ലാം ചാടും. അത് ഭയങ്കര ഈസിയാണ്. പക്ഷേ ലൈഫിൽ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു മനുഷ്യനും കഴിച്ചിലായ ചരിത്രമില്ല. ആ ഒരു സീരിയസ്നെസ് ഉൾക്കൊള്ളുക. അപ്പം ഞാൻ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ഇതിൻ്റെ സംഘാടകരോട് എല്ലാവിധ ആശംസകളും നേരെയാണ്. അവർ നല്ലൊരു ഇനീഷ്യേറ്റീവാണ് എടുത്തിട്ടുള്ളത്. കാരണം പ്രത്യേകിച്ച് ഇങ്ങനെ പ്രതീക്ഷിക്കില്ല, വരുന്ന കുട്ടികളും പ്രതീക്ഷിക്കില്ല എത്ര ബോറുള്ള ഒരു സെഷനാണോ കിട്ടിയത് എന്നുള്ള. അങ്ങനെ തന്നെ ചിന്തിക്കുകയുള്ളൂ, ഞാൻ ബ്ലെയിമേ ഇല്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഇൻസൈറ്റുകൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഇൻസൈറ്റുകൾ നിങ്ങൾക്ക് ലൈഫിൽ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദാറ്റ് വിൽ വർത്ത് ഇറ്റ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെ സംശയം എന്താ വെച്ചാൽ മലപ്പുറത്തെ ദുബായി ആക്കുക എന്ന് പറഞ്ഞ ആ കൺസെപ്റ്റ് ഒന്ന് സിമ്പിളായിട്ടൊന്ന് വിശദീകരിക്കും. ഓക്കെ, ഈ മലപ്പുറത്തെ ദുബായി ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, എന്നോട് കുറേ ആൾക്കാർ അതിനെപ്പറ്റി വീഡിയോ പങ്കുവെച്ചപ്പോൾ ആദ്യം ചോദിച്ചത് ബുർജ് ഖലീഫ ഇവിടെ ആയിരിക്കും എന്ന് ചോദിച്ചത്. മരുഭൂമിയിലെ മണൽ ഇവിടെ കൊണ്ടുവരുമോ, ചൂട് കൊണ്ടുവരുമോ, അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ പറയട്ടെ. ഇവിടെ ഒരു 10,000 കോടി ഉറുപ്പ്യ വെച്ചാലും നമ്മൾ മലയാളികളാരും ഒരു ബുർജ് ഖലീഫ ഉണ്ടാക്കാൻ ചിന്തിക്കില്ല. നമ്മളിതെങ്ങനെ പുട്ടടിക്കുക എന്നുള്ളതായിരിക്കും ചിന്തിക്കുക. അതായത് ഞാൻ മലപ്പുറം ദുബായ് ആക്കുമെന്ന് വിശ്വസിക്കുന്നത് ഇതിലിരിക്കുന്ന എല്ലാ യുവാക്കളെയും കണ്ടിട്ടാണ്. കാരണം ശരിയായ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള യുവാക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നാടിനെ മാറ്റാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ ഒന്നും നടക്കൂല എന്ന് വിശ്വസിക്കുന്നിടത്ത് ഇവിടെ വിൽ പവർ ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു യൂത്തിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ കാര്യം. പുതിയ കാലത്തിൻ്റെ കണ്ണടകൾ മാത്രമാണ് അവർ മിസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിളിൽ പറയുകയാണ്, നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു മരം ഉണ്ടെന്ന് സങ്കല്പിക്കാം. ഈ മരത്തിലുള്ള കായ്കൾ പറിച്ചിട്ട് അതിൽ നിന്ന് ഭക്ഷണം നേടിയിട്ടാണ് നമ്മളെ ഉപജീവനം കഴിഞ്ഞു പോകുന്നതെന്ന് വെക്കുക. അപ്പോൾ നമ്മളെ കൈ എത്തുന്ന ദൂരത്തുള്ള മാങ്ങയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചെന്തെന്ന് വെച്ചാൽ ഇനി പട്ടിണി തന്നെയെന്ന്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ മേലത്തെ ശിഖരങ്ങളിൽ മാങ്ങയുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ കോണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ കോണി എന്നുള്ള ഒരു ടെക്നോളജി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മേലെയുള്ള ശിഖരങ്ങളിലുള്ള മാങ്ങ നമുക്ക് ആക്സസിബിളാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കില്ല എന്ന് പറയുന്നവർ ചരിത്രം മറക്കുന്നു എന്നാണ് ഞാൻ പറയാം. ലോകത്ത് ഇന്ന് കാണുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അന്നത്തെ നോംസിനെ അല്ലെങ്കിൽ അന്ന് എന്തൊക്കെ നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനെയൊക്കെ എതിർത്ത് പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവന്നവർ തന്നെയാണ്, അല്ലെങ്കിൽ അതിനെ ലെവറേജ് ചെയ്തവർ തന്നെയാണ് ലോകത്ത് മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മലപ്പുറം ജില്ല എങ്ങനെ മാറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ളത്. അപ്പോൾ ആ യുവാക്കളൊക്കെ പുതിയ സാങ്കേതിക വിദ്യകൾ പഠിച്ചാൽ ആ സാങ്കേതിക വിദ്യകളുടെ കണ്ണിലൂടെ പുതിയ ലോകത്തെ കാണാൻ തുടങ്ങിയാൽ, ഒരു എക്സാമ്പിൾ പറയട്ടെ. ഞാൻ സ്കൂൾക്ക് പോയ സമയത്ത്, ഞാൻ മഞ്ചേരിയാണ് 10ാം ക്ലാസ് വരെ പഠിച്ചിരുന്നത്. ഞാൻ സ്കൂൾക്ക് പോകുന്ന വഴിയിൽ കോഴി വേസ്റ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അന്ന്. ഭയങ്കര സ്മെല്ലാണ്, അതിലൂടെ പോകാൻ തന്നെ കഴിയില്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ ഇങ്ങനെ നിൽക്കുമ്പോണ്ട് ഒരു മെഴ്സിഡീസ് ബെൻസിൻ്റെ മറ്റേ ഭാരത് ബെൻസിൻ്റെ വണ്ടി ഉണ്ടല്ലോ, ഭാരത് ബെൻസിൻ്റെ ലോറി ഉണ്ടല്ലോ, അതിലൊരു ഫ്രീസറൊക്കെ വെച്ച് പോകുന്നത്. എന്താണെന്നറിയോ, കോഴി വേസ്റ്റാണ്, AC-യിലാണ് പോകുന്നത്. കാരണം ഇപ്പോൾ കോഴി വേസ്റ്റ് പണ്ടത്തെ പോലെ വേസ്റ്റ് അല്ല, ഒരു റിസോഴ്സാണ്. അതിന്ന് അതിൻ്റെ ഡെറിവേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ എന്തായിരുന്നു വ്യത്യാസം? ഒരു വേസ്റ്റിന്ന് ഒരു പ്രൊഡക്റ്റിലേക്കുള്ള ദൂരം ടെക്നോളജി ആയിരുന്നു. അപ്പോൾ നമ്മളെ നാട്ടിലുള്ള പ്രോബ്ലംസിനെ ടെക്നോളജിയുടെ ലെൻസിലൂടെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ മാറേണ്ടത് കാഴ്ചപ്പാടുകളാണ്. നാട്ടിൽ ഒന്നും നടക്കൂല എന്ന് പറയുന്ന ആൾക്കാർ ശരിക്കും അയാൾക്കൊന്നും നടക്കൂല എന്നാണ് പറയേണ്ടത്.
പകരം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായാൽ, ഞാൻ എൻ്റെ വീഡിയോകൾ കാണുന്നവർക്ക് അറിയാം, ഞാൻ എൻ്റർടൈൻമെൻ്റ് ഒന്നും പറയാറില്ല. എനിക്ക് കേട്ട് അറിയില്ല, പാടാൻ അറിയില്ല, ഡാൻസ് കളിക്കാൻ ഇല്ല. പിന്നെന്താണ്, ഐ ഹാവ് എ ബെറ്റർ വ്യൂ. എനിക്ക് ലോകത്തെക്കുറിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. നിങ്ങളെ പല ആളുകളെക്കാളും, ഞാൻ എല്ലാവരെക്കാളും എന്ന് പറയുന്നില്ല, പല ആളുകളെക്കാളും ഞാൻ എപ്പോഴും എല്ലാത്തിനും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആളാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ റീസണേ ഉള്ളൂ. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിവൃത്തികേടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ ഇരുന്നോടത്തുനിന്ന് എണീക്കണ്ടല്ലോ, അതൊന്നും കാര്യമില്ല, ഇരുന്നാൽ മതി. പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുണ്ട്, എഴുന്നേറ്റ് പണി തുടങ്ങണം. പക്ഷെ നമ്മളെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ ഇരുന്ന സീറ്റിൽ നിന്ന് എണീക്കാണ്ട് ലോകത്ത് ഒരു മാറ്റവും നടക്കില്ല. അപ്പോൾ ആ മാറ്റം ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു യൂത്തിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മലപ്പുറം ദുബായ് ആക്കുക എന്നുള്ള ആശയത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ളത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന, പുതിയ ടെക്നോളജികളെക്കുറിച്ച് അറിയുന്ന, ലോകത്തിൻ്റെ എല്ലാ മുന്നേറ്റങ്ങളുടെയും കൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന മലപ്പുറത്തുകാരുണ്ടായാൽ നമ്മളെ നാടും ദുബായ് ആകും. അത്രേ ഉള്ളൂ. ഹലോ സർ. ഹലോ. ഈ ഒരു എയുടെ കാലത്ത് ഒരു സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ പൊളിറ്റിക്സ്, ലോ, പോലീസ് അങ്ങനെയുള്ളതിന് എക്സിസ്റ്റൻസ് ഉണ്ടാവുമോ? പുതിയ തലങ്ങളിൽ എക്സിസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. അതായത് നമ്മൾ ഇതിനൊക്കെ ജോബ് റോളുകളായിട്ട് കാണുമ്പോൾ, ഇപ്പോൾ ഡോക്ടറുടെ പണി ഞാൻ നേരത്തെ പറഞ്ഞ ആ എക്സാമ്പിൾ തന്നെ പറയാം. വേണ്ട, പട്ടാളക്കാരെ കാര്യം പറയാം. ഇനി അതിർത്തിയിൽ ഇപ്പോൾ യുദ്ധമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരിട്ട് പോയിട്ട് യുദ്ധം ചെയ്യുന്ന കാലം ഇനി ഉണ്ടാവുമോ? ഇനി റോബോട്ടുകളായിരിക്കും യുദ്ധം ചെയ്യുക, സൈബർ വാറുകളായിരിക്കും ഉണ്ടാവുക. അല്ലാതെ പണ്ടത്തെ പോലെ അതിർത്തിയിൽ പോയി നിന്നിട്ടില്ലേ, പണ്ട് നമ്മൾ അമ്പും വില്ലും കൊണ്ട് ചെയ്തിരുന്നു, വാൾപ്പയറ്റുണ്ടായിരുന്നു, അതാണ് പണ്ടത്തെ യുദ്ധത്തിൻ്റെ രീതി. ഇപ്പോൾ തോക്കാണ്, നമ്മൾ ദൂരെ നിന്ന് വെടിവെച്ചാൽ മതി. കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ റോബോട്ട് പട്ടാളം ഉണ്ടാവും എന്ന് കരുതി പട്ടാളം വേണ്ടി വരില്ല എന്നുള്ളതല്ല. അതായത് ഓരോ പുതിയ തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന പോലീസ് ഉണ്ടാവും. പോലീസ് ഇപ്പോഴത്തെ പോലീസുകാരെ പോലെ ആവില്ല, കുറച്ചും കൂടെ മനുഷ്യത്വമുള്ളവരായിരിക്കും. ഞാൻ പോലീസുകാർക്ക് മനുഷ്യത്വം ഇല്ല എന്നല്ലോട്ട് പറയുന്നത്. പക്ഷെ നമ്മൾ പൊതുവിൽ നമ്മളെ നാട്ടിലെ പോലീസുകാർ എന്തോ രണ്ട് തെറി പറഞ്ഞിട്ടാണ് തുടങ്ങാം, അല്ലേ? മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലായിരിക്കും തുടങ്ങുക. അങ്ങനെയല്ല ഉണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര ആലോചിച്ചാൽ മതി, നമ്മളൊക്കെ കൊടുക്കുന്ന നികുതി പണത്തിലാണ് അവർ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ബോധം നമുക്ക് വരാൻ തുടങ്ങിയാൽ പോലീസുകാർ ബിഹേവ് ചെയ്യാൻ തുടങ്ങും. സർക്കാർ സർവീസിൽ ഇരിക്കുന്നവർ നമ്മളെ അസിസ്റ്റ് ചെയ്യാനാണ് എന്നുള്ള ബോധം നമുക്ക് വരാൻ തുടങ്ങിയാൽ അവരും നന്നാവും. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവകാശബോധം ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ ടെക്നോളജിയും മറ്റ് കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ നമുക്ക് അവകാശബോധം കൂടുകയും ഈ ഗവൺമെൻറ്റിൻ്റെ പല സിസ്റ്റംസിനെയും, ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സിസ്റ്റംസ് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പഴയ പോലെ ടൈപ്പ് റൈറ്റർ അസിസ്റ്റൻ്റ് ഒന്നും ഭാവിയിൽ വേണ്ടി വരില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ പല ജോബുകളും ഒരു പക്ഷേ ഭാവിയിൽ ഉണ്ടാകില്ല. ഗവൺമെൻറ് ജോബിൽ പല കാര്യങ്ങളും ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്ന കാലമാണ്. അപ്പോൾ ഗവൺമെൻറ്റിൽ തൊഴിലുകൾ കുറയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ വേണ്ട എന്നുള്ളതല്ല, പുതിയ രൂപത്തിൽ എക്സിസ്റ്റ് ചെയ്യും, കുറച്ചും കൂടെ ഹ്യൂമാനിറ്റേറിയൻ രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഉണ്ടോ? ഹായ് സാർ, എൻ്റെ പേര് അശ്വിൻ, ഞാൻ ഫിനിക്സ് നിലമ്പൂർ ബ്രാഞ്ചിൽ നിന്നാണ് വരുന്നത്. എനിക്കൊരു ക്വസ്റ്റ്യൻ അല്ല, ഞാനൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. സംഭവം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഫാദർ ആർമിയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ആർമിയിൽ വർക്ക് ചെയ്യണ തന്നെ ഫാദറിനും ഇന്നെ ആർമിക്ക് കയറ്റണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ സ്കിൽസ്, ഞാൻ ഒരു ഏത് കോഴ്സ് എടുക്കണം എന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ സ്കിൽസ് കിടക്കണത് ഒന്ന് ആനിമേഷൻ, അതുപോലെയുള്ള ഡിസൈനിങ്, അതുപോലുള്ള വകുപ്പിൽ, പിന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് കാര്യങ്ങൾ, ഇതൊക്കെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഒരു ഇതിൽ ചിന്തിച്ചപ്പോൾ ടെക്നിക്കൽ പരമായിട്ടുള്ള സ്കിൽസ് ഉണ്ട്. സോ ഏത് കോഴ്സ് എടുക്കണമെന്ന് ചിന്തിച്ചു. അപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ AI ഒരു ലോകമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിങ്ങിലായാലും ഇപ്പോൾ ആനിമേഷനിലായാലും അതിനൊക്കെ വലിയൊരു തിരിച്ചടി തന്നെയാണ് എന്താ പറയുക ഞങ്ങളെപ്പോലെ പേഴ്സ്പെക്റ്റീവുള്ള ആൾക്കാർക്ക് വരുന്നത്. അപ്പോൾ പ്രോഗ്രാമിംഗ് പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു എന്താ പറയുക നമ്മളൊരു സെൻറ്റൻസ് അടിച്ചു കൊടുത്താൽ തന്നെ കോഡ് ഒരൊറ്റയടിക്ക് വരികയാണ്, നമുക്ക് പണിയില്ല. അപ്പോൾ അതുപോലെ ഡിസൈൻസ് ആയാലും ജസ്റ്റ് ചെറിയ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനനുസരിച്ചുള്ള 3D മോഡൽസ് എല്ലാം വരുന്നുണ്ട്.
അപ്പോൾ എന്താ പറയുക ഡൗട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏത് കോഴ്സ് എടുക്കണം, AI-യുടെ ഈ ഒരു പോക്കിനനുസരിച്ച് ഞാൻ ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളൊരു ചെറിയൊരു ഡൗട്ട്. ഓക്കെ, ഇതിലെന്താണെന്നറിയോ, നല്ല ചോദ്യമാണ്. എന്ന് വെച്ചാൽ അവന് ChatGPT ഒക്കെ അവനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അല്ലാത്തവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണിത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏത് കോഴ്സ് പഠിച്ചാലും ഒരുപാട് കാലമൊന്നും അതിന് ആയുസ് ഉണ്ടാവില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തേത്, നമ്മൾ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഡ് കിട്ടുമെന്ന് പറഞ്ഞാലും ആ കോഡിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ധാരണ നിലവിലൊരു ഡെവലപ്പർക്കേ ഉള്ളൂ. അല്ലാതെ ഒരു ഡെവലപ്പർ അല്ലാത്ത ഒരാൾക്ക് ആ കോഡിനെ പെട്ടെന്ന് മനസ്സിലാക്കാനോ അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനോ ഇപ്പം കഴിയില്ല. ഒരു പക്ഷേ 2-3 വർഷം കഴിയുമ്പോൾ അതുപോലും കഴിയുന്ന AI-കൾ ഉണ്ടാവും, മെല്ലെ മാറും. പണ്ടത്തെ പോലെ ഒരു 30-40 കൊല്ലം ജോലി കിട്ടുന്ന ഒരു മേഖലയും ഇനി ഉണ്ടാകില്ല. ഇനി എല്ലാം ഷോർട്ട് ടേം ആണ്. അത് നിലവിൽ ഇപ്പോൾ ഒരു വരി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് അഗെയിൻസ്റ്റായിട്ട് ചിത്രം വേണമെങ്കിലും 3D മോഡൽ വേണമെങ്കിലും വീഡിയോ വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്ന AI ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ആശങ്കയാണ്. പക്ഷേ ഇവിടെ ഇന്നിപ്പോൾ എന്താണെന്ന് പറയുക, ഇന്നത്തെ ഒരു ട്രെൻഡിങ് സാധനം എന്താ വെച്ചാൽ AI ആർട്ടിസ്റ്റാണ്. വെറും ആർട്ടിസ്റ്റ് അല്ല, AI ആർട്ടിസ്റ്റാണ്. അതായത് AI-നെ ലെവറേജ് ചെയ്യുന്ന ആർട്ടിസ്റ്റ്, വെറും ആർട്ടിസ്റ്റ് അല്ല. അപ്പോൾ അത്യാവശ്യം ക്രിയേറ്റിവിറ്റി മറ്റുമൊക്കെ ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് AI-നെ ലെവറേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർട്ടിനെ ഒരു വേറെ തലത്തിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ മുന്നേ നമ്മൾ ഫിലിമിൽ ക്യാമറ ഇട്ട് ഫോട്ടോ എടുത്തിരുന്ന ആൾക്കാരാണ്. അന്ന് അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഡിജിറ്റൽ ക്യാമറ വന്നപ്പോൾ അത് എല്ലാ ജോലികളും ഇല്ലാണ്ടാക്കുമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കറിയാം, ഡിജിറ്റൽ ക്യാമറ വന്നപ്പോൾ ഒരു പുതിയ തരത്തിൽ നമ്മൾ ഫോട്ടോഗ്രാഫിയെ സമീപിക്കാൻ തുടങ്ങി, എൻ്റർടൈൻമെൻറ്റിനെ സമീപിക്കാൻ തുടങ്ങി. അത് ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആസ്വാദനം ഒരുപാട് എലവേറ്റഡായി. ഒരു 10 കൊല്ലം മുന്നേ നല്ല ഫോട്ടോ എന്ന് പറഞ്ഞിരുന്നൊരു ഫോട്ടോയും ഇപ്പോൾ ഒരു നല്ല ഫോട്ടോ എന്ന് പറയുന്ന ഫോട്ടോയും തമ്മിൽ രാവും പകലും മാറ്റം ഉണ്ടാവും. അത് ടെക്നോളജി കൊണ്ടുവന്ന മാറ്റമാണ്. അപ്പോൾ അതുപോലെ നിലവിൽ ടെക്നോളജിയൊക്കെ വർക്ക് ചെയ്യുന്നത് ഓഗ്മെൻറ്റിംഗ് ആണ്. എക്സിസ്റ്റിംഗ് ഈ മേഖലയിലുള്ളവരെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത ഘട്ടം ഒരു പക്ഷേ ഇത് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും. അതിനുള്ള സാധ്യതയുണ്ട്. ലോകത്ത് ഇന്ന് അത് തന്നെയാണ് ഒരു പ്രധാന ചർച്ച. ഞാൻ പറഞ്ഞല്ലോ, ഈ ഓഡിയൻസ് പലരും മിസ് ചെയ്യുന്നത് ആ ചർച്ചയാണ്. അതുകൊണ്ട് ആ ഒരു ചോദ്യം ചോദിച്ച് അവന് നല്ലൊരു കയ്യടി കൊടുക്കണം. കാരണം ദിസ് ഈസ് ദ ഫ്യൂച്ചർ. കാരണം നമുക്കറിയില്ല ഏത് മേഖലയിലാണ് ഇനി ജോലി ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല. പക്ഷേ ഈ ഒരു കാലത്തെയൊക്കെ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരം പഠിച്ചുകൊണ്ടേയിരിക്കുക. പുതിയ മാറ്റങ്ങൾക്കൊപ്പം മാറാൻ നിങ്ങൾ തയ്യാറെടുക്കുക. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ കാലത്തും നിങ്ങൾക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം സാധ്യമാവുമെന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും സമയം ഒരുപാടായി, ഒരു 1.5 മണിക്കൂറായിട്ട് നമ്മൾ സംവദിക്കുന്നുണ്ട്. താങ്ക് യു ഫോർ ലിസണിങ്. ഓക്കെ, ബൈ.